لا دار للمرء بعد الموت يسكنها إلا التي وهي قبل الموت بانيها وإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها وعمل لدار غدا رضوان خازنها والجار أحمد ورحمن ناشيها. ഈ പവിത്രമായി സദസ്സിൽ കടന്നിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പറ്റി പറയാനുള്ളത് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമെന്നാണ്. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പവിത്രമായ സദസ്സിൽ കടന്നിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നല്ല ഭാഗ്യമാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള അടുത്തുള്ള ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ ലക്ഷക്കണക്കാന മാലാകമാർ ഈ പവിത്രമായി സദസ്സിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെയല്ല, വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മാലാകമാർ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, നിന്നെപ്പറ്റി കേൾക്കാൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കേൾക്കാൻ പവിത്രമായി സദസ്സിലേക്ക് കടന്നിരിക്കുന്നവരുടെ എല്ലാവിധമായ പാപങ്ങളും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാഹ്. ഇതൊരു സ്വർഗാണ്. സ്വർഗത്തിൽ എന്ത് ചോദിച്ചാലും അള്ളാഹു തരില്ല എന്ന് പറയില്ല. ഈ പവിത്രമായ ഒരു സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ജീവിതത്തിന്റെ കണ്ണീരുകൾ, കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരൂഹതകൾ, ദുഷിപ്പുകളെല്ലാം നീ അകറ്റണയെന്ന് പറഞ്ഞിട്ടാണ് ഈ പവിത്രമായ സദസ്സിൽ നമ്മൾ ഇരിക്കുന്നത്. ഓരോ സെക്കൻഡിനും 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. നിങ്ങൾ ഇവിടെ എപ്പോഴാണോ വന്നിരുന്നത് ആ സമയം മുതൽ നമ്മുടെ ഈ സദസ്സ് സ്വലാത്ത് ചൊല്ലി പിരിയുന്നത് വരെ അൽഹംദുലില്ലാഹ് ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളെന്നാ പറയാൻ പറ്റുക. കാരണം ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുത്തല്ലോ, സ്വഹാബ, ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലാഹു അവനെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ സദസ്സിലേക്ക് നിങ്ങൾക്കൊന്ന് കടന്നിരിക്കാൻ കഴിഞ്ഞത്. അതൊരു വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 2 കാര്യം നിങ്ങൾ ഇപ്പൊ എനിക്ക് തന്നാൽ മതി. ഒന്ന് ഉറക്ക സ്വലാത്തും ചൊല്ലുക, ഉറക്ക ആമീനും പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഈ പവിത്രമായ ഒരു സന്തോഷത്തിന്റെ വഴികളിലൂടെ ഇതിന്റെ കർമ്മധീരരായ സംഘാടകർ കടന്നു പോകുന്നത് ഒരുപാട് ചാറ്റുകൾ ചെയ്തുകൊണ്ടാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ഇവിടെ മുമ്പ് നടന്ന ആ പരിപാടികളിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ നാടുകളിലുള്ള മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ ഇന്നോ ഇന്നലെയോ കടന്നു വന്നതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനത്തിന്റെ മണൽപ്പരപ്പിൽ മാണിക്ക കൊട്ടാരമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തൊരു ജോലിയാണ്. ആ നാട്ടിലുള്ള സ്വഹാബാക്കളുടെ മക്കൾ ഒരു നന്മ ചെയ്താൽ, അല്ലെങ്കിൽ അവരെന്തിലെങ്കിലും ഒന്ന് വിജയിച്ചാൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് അവർക്കൊരു സന്തോഷം കൊടുക്കും. അതാണ് നമ്മുടെ ഇതിന്റെ സംഘാടകർ ചെയ്യുന്നത്. എത്രയോ സാധുക്കൾ, പാവപ്പെട്ടവർ, അവരെ കൊണ്ട് എങ്ങനെയാണോ കഴിയുക. ഞാൻ ആദ്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ പരിപാടിയുടെ 1ാമത്തെ ദിവസമായതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരും. ഈ ഒരു ചാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ ആവൂല.
ഒരിക്കലും വെറുതെയാകില്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിനെയും ആഗ്രഹിച്ചുകൊണ്ടല്ല. വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യറല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ. എന്തിനാ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്? അതല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ നമ്മൾ ചെയ്യുന്നത്? പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ എന്ന് കടന്നു വരുമ്പോ ഒറ്റ രാവുകളിൽ 27 നമ്മൾ വരുമ്പോ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ നിന്റെ ലിഖാഇനുള്ള സൗഭാഗ്യം തരണം, നിന്നെ കാണാനുള്ള സൗഭാഗ്യം തരണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഏതെങ്കിലും ഒരാളെ സഹായിച്ചാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ് വലഖാഹും നളറതൻ ബസുറൂറ. അള്ളാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടി കാണാനുള്ള സൗഭാഗ്യം. അതാണ് ഈ ചാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. വലഖാഹും നളറതൻ ബസുറൂറ. അള്ളാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടി കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം. അതാണ് ഈ ലോകത്തൊന്ന് വിട പറഞ്ഞാൽ ഉമ്മയുടെ മുഖം കാണാനല്ല, ബാപ്പയുടെ മുഖം കാണാനല്ല. ഒന്ന് അള്ളാഹുവിനെ പ്രകാശിക്കുന്ന ആ ഒരു ഭാവത്തിൽ കാണണം. രണ്ട് നമ്മുടെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മരതകമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. അതിനാണ് ചാരിറ്റി, വെറുതെയല്ല, പേരിനോ പ്രശസ്തിക്കുമല്ല. ഏതെങ്കിലും ഒരാളെ സഹായിക്കുമ്പോ മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ റബ്ബേ ആ കൂട്ടത്തിൽ നിങ്ങളുടെ 1 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആനാ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ സമ്പത്തുള്ളവരെ മാത്രമേ കൊടുക്കൂ എന്നുള്ളതല്ല. പിന്നെയോ വയുത്ഇമൂന അത്ആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. നമുക്ക് കടങ്ങളുണ്ട്, നമുക്കും പെൺമക്കളെ കെട്ടിക്കാനുണ്ട്, നമുക്കും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. ആ സങ്കടങ്ങളും ആ ദുഃഖങ്ങളും ആ കണ്ണീരുകളും ആ കഷ്ടതകളും ആ കഷ്ടപ്പാടുകളും എല്ലാം ഉള്ളതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവന്റെ വേദന അറിയണമെന്ന് ഖുർആൻ ഇല്ലേ? എന്തിനാണ് ഈ ചാരിറ്റികൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ. അല്ലാഹുവിന്റെ ഖുർആനാണ്. സിറാത്തുൽ മുസ്തഖീമിലൂടെ മിന്നൽ വേഗത്തിൽ കൽബർക്കിൽ ഖാതിഫി, ഇടിമിന്നൽ വേഗത്തിൽ ഒന്ന് കടന്നു പോകണ്ടേ? അതിനുള്ള വഴിയാണ് ചാരിറ്റി, വെറുതെ അല്ല. ആളുകളെ സഹായിക്കുക, ആളുകളുടെ സങ്കടം മാറ്റുക. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നല്ല വെള്ളമുണ്ടും വെള്ള വസ്ത്രവും വലിയ വീടൊക്കെ ഉള്ളവരുണ്ടാകും. എന്നാൽ എത്രയോ ആളുകൾ വലിയ വീടുകൾ ഉണ്ടായിട്ട് പോലും ആ വീടിന്റെ അകത്തട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവർത്തിയില്ലാതെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കഴിയുന്ന 100 കണക്കാன ആളുകളുണ്ട്. പക്ഷേ നമ്മൾ അറിയില്ല. കാരണം അവർ ഇന്നലെ വരെ സമ്പത്തുള്ളവരായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കടന്നു ചെന്നിട്ട് അല്ലാഹുവേ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പൊതുജനമല്ലേ വിശ്വസിക്കില്ല. അവൻ വെറുതെ പറയാണ്, അവനിക്ക് ഭ്രാന്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ തിരക്കണം, നിങ്ങൾ അന്വേഷിക്കണം. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഏറ്റവും വലിയ നന്ദി കെട്ടവരാരാ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യന്മാരൊക്കെ നന്ദി കെട്ടവരാണെന്ന് പറഞ്ഞപ്പോ പുണ്യ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, മനിൽ കനൂദി യാ റസൂലല്ലാഹ്, ഈ നന്ദി കെട്ടവരെന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, അല്ലദീ യൻസുലു വഹിദ വയംനഉ റിഫദ. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവൻ. എത്ര കിട്ടിയാലും, അതിന് ഷമീർ ദാരിമിയാണെങ്കിൽ പോലും എത്ര കിട്ടിയാലും എല്ലാം എനിക്കുള്ളതാണ്, ഒരു 10 പൈസ മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ കൊടുക്കില്ല. രണ്ടാമതോ, എത്ര കിട്ടിയാലും ഒറ്റക്കടിക്ക. നമ്മുടെ വീടിന്റെ ചാരത്ത് പട്ടിണി കിടക്കുന്നവരുണ്ട്, വിശപ്പ് സഹിക്കുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്. പക്ഷെ ബാപ്പയുണ്ടാകും, ബാപ്പക്ക് രോഗമായിട്ട് എവിടെയും പോകാൻ കഴിയാതെ കണ്ണുനീരോടുകൂടി കഴിയുന്നവരുണ്ടാകും. അല്ലേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക, സ്വഹാബത്തെ നിങ്ങൾ അവരെ പറ്റി അന്വേഷിക്കണം. എത്ര കിട്ടിയാലും നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം വന്നാൽ നമ്മൾ വേവിച്ച് വിളമ്പിക്കൊണ്ട് തട്ടിക്കളഞ്ഞാലും ഒരു സാധുവിന് നമ്മൾ കൊടുക്കൂല. നബി തങ്ങൾ പറഞ്ഞു, ഒറ്റക്ക് ഭക്ഷിക്കുന്നവൻ, രോഗിയെ കണ്ടിട്ടും സഹായിക്കാത്തവൻ. നമുക്കറിയാം സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു,
നീതിമാനായ ഭരണാധികാരിയാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? ഖലീഫയാണ്. ആ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മയ്യത്ത് കുളിപ്പിച്ച പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞത് ഉമറിന്റെ തോളത്ത് തഴമ്പ് കണ്ടിരുന്നു എന്നാണ്. എന്തേ തഴമ്പ് കാണാനുള്ള കാരണം? പാതിരാത്രികളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രജകൾക്ക് തോളത്ത് എന്തെല്ലാം കൊണ്ടു കൊടുക്കാൻ പറ്റുമോ അത് തോളിലേറ്റിയിട്ട് പോയിരുന്നു. സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബറക്കത്തുണ്ട് അല്ലാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സറിഞ്ഞു പറയുന്നു അല്ലാഹു നിങ്ങളെ ഞാൻ ഒരുപാട് ഇരുത്തൂല, സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ ഉള്ള ചാരിറ്റി എന്ന് പറയുമ്പോ ഈ ഇരിക്കുന്ന നൗഷാദ് കാക്കോ അൻവർ കാക്കോ ഒന്നുമല്ല, ഷമീർ ധാർമിക്ക് വേണ്ടിയല്ല. നിങ്ങൾക്കറിയാം ഒരുപാട് നിങ്ങളൊക്കെ അൽഹംദുലില്ലാ ഇപ്പൊ ലൈവുകളൊക്കെ നിങ്ങളൊക്കെ അൽഹംദുലില്ലാ കാണും, പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരാ. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചോദിക്കുമ്പോ അകമഴിഞ്ഞുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ആളുകൾ കൊടുക്കാൻ എന്തിനാ? അവരുണ്ടായിട്ടല്ല. നാളെ പടച്ചവന്റെ കോടതിയിൽ നമുക്കൊന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പോരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഉള്ള നന്മകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറഞ്ഞാൽ മതി, പൈസ കൊടുക്കണ്ട. അല്ലാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അപ്പൊ നന്മയാണ് നമ്മുടെ ഈ നാട്ടിന്റെ മുമ്പിലുള്ളത്. ഇവിടെ ദുആ ചെയ്ത ഉത്തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നന്മകൾ ചെയ്ത് സ്വതക്കകൾ ചെയ്തിട്ട് അവിടെ ദുആ ചെയ്താൽ ഉത്തരമുണ്ടെന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പവിത്രമായ സന്തോഷത്തിന്റെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്കൊന്ന് കടന്നു വരികയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പവിത്രമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുകയാണ്. സ്വഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും യാത്ര വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിനോട് പറയാ, സ്വഹാബാ പവിത്രമായ കഅബാലയത്തിന്റെ ചാരത്തുകൂടെ കടന്നു പോകുമ്പോ പേടിക്കണം സ്വഹാബാ, ശത്രുക്കള് വളഞ്ഞിരിക്കും സ്വഹാബാ. അപ്പോഴാ പ്രിയപ്പെട്ട ജൗഫർ റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുകയാ, അല്ലയോ പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവേ പവിത്രമായ ദീന് പരിപൂർണമായെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കഅബാലയത്തിലേക്കൊന്ന് കടന്നുപോയി നല്ലതുപോലെ അല്ലാഹ് പരസ്യമായിട്ട് തവാഫ് ചെയ്യാ, നിസ്കരിക്കാമെന്നവിടെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത് ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ ഇത് വെറുതെ പറഞ്ഞതല്ല, നിങ്ങളെ പറ്റിയിട്ടും ഞാൻ ഇത് പറഞ്ഞതല്ല. ഉടൻ തന്നെ സ്വഹാബത്ത് പറയുന്നു, ഉമറേ നമ്മളെ പറ്റിയല്ലാതെ പിന്നെ ആരെ പറ്റിയാ പറഞ്ഞു പോയത്? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അമാ ഇന്നഹു സയകൂ 2019 കടന്നു വരുമ്പോ 2020 കടന്നു വരുമ്പോ മുസ്ലിമുകളെ പേടിപ്പെടുത്തുന്ന പലതും കടന്നു വന്നേക്കാ. അവരെ വല്ലാതെ ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയുന്നവർ കടന്നു വന്നേക്കാ. പേടിപ്പെടുത്തുന്നത് കടന്നു വരും. ആ പേടിപ്പെടുത്തുന്നത് മാത്രമല്ല, അത് കടന്നു വരുമ്പോ ചില ആളുകൾ ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ടും കടന്നു വന്നേക്കാ. അത് കടന്നു വന്നപ്പോൾ എത്രയോ ആർപ്പുകളായി ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയമുള്ള ഉപ്പമാര് പഠിക്കാൻ പറയുകയാണ്. എന്തുകൊണ്ടാ ഇതുപോലെ ഉള്ള പൗരത്വ ബില്ലുകളെ പോലെ ഉള്ളത് നമ്മുടെ നേർക്കുന്ന് കടന്നു വന്നത്? അല്ലാഹുവേ കഅബാലയത്തിന്റെ ചാര കടന്നു പോന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, പേടിക്കണം പേടിക്കണം സ്വഹാബാ, പേടിക്കണം സ്വഹാബാ. ഉടൻ തന്നെ സ്വഹാബത്ത് ചോദിച്ചു, ഉമർ തങ്ങളെ നമുക്ക് അല്ലാഹുവിന്റെ ദീന് പരിപൂർണമായിട്ടുണ്ടല്ലോ, നിങ്ങളെ പറ്റിയല്ല. അമാ ഇന്നഹു സയകൂ
അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കെടുത്ത് വെച്ചുകൊണ്ട് അവിടുന്ന് ഉമർ തങ്ങൾ പറയാ, ഒന്നാമത് അവിടുന്ന് പറഞ്ഞു, ഇറാനിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളും, ഇറാനിന്റെ യുദ്ധം കൊടുമ്പിരി കൊള്ളും. ഉടൻ തന്നെ ഉമർ തങ്ങൾ തൊട്ടടുത്ത് പറഞ്ഞു, പിന്നെ മുസ്ലിമുകളെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ കടന്നു വരും. ഈ രണ്ടും കൂടെ യോജിപ്പിച്ചു നോക്കിയാൽ അള്ളാഹുവേ എത്രയോ കറക്റ്റാ. ഇറാനിന്റെ യുദ്ധത്തിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, പൗരത്വ ബില്ലിന്റെ വാക്കുകൾ നമ്മൾ ഇന്ന് വായിച്ചു കൊണ്ടിരിക്കുകയാ. ഉമർ തങ്ങൾ പറഞ്ഞ വളരെയേറെ കറക്റ്റെന്ന് പുലരുകയാ. സ്വഹാബാ, നിങ്ങൾ പേടിക്കണ്ട സഹാബാ, നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. അമാ ഇന്നഹു സയകൂ 2019 കടന്നു വരുമ്പോ, 2020 കടന്നു വരുമ്പോ മുസ്ലിമുകളെ പേടിപ്പെടുത്തുന്ന പല വഴികളിലൂടെ കടന്നു പോകും സഹാബ. പക്ഷേ മുസ്ലിമുകൾ വിജയിക്കും സഹാബ. പേടിപ്പെടുത്തുന്ന വഴികളിലൂടെ കടന്നു പോകും. നമ്മൾ വായിച്ചു പലതും നമ്മൾ കേട്ടു. എവിടെ നോക്കിയാലും പൗരത്വ ബില്ലിന്റെ വിഷയമാണ്, ചർച്ചയാണ്, എല്ലായിടത്തും വിഷയമാണ്. എന്തുകൊണ്ട് ഇതുപോലുള്ള പൗരത്വ ബില്ലുകൾ നമ്മുടെ നാടുകളിലേക്കൊന്ന് കടന്നു വന്നു? എന്തുകൊണ്ട് നമ്മുടെ കാതുകളിൽ എത്തി? എന്തുകൊണ്ട് അല്ല പറയട്ടെ, ഞാൻ പറയട്ടെ കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ലോകത്തിന്റെ രാജകുമാരന്റെ വാക്കാണല്ലോ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ അന മാലികുൽ മുൽക് വ മാലികുൽ മുലൂക് അനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ. സ്വഹാബ, അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. നിബിതങ്ങൾ പറയാൻ അല്ല പറഞ്ഞിരിക്കുന്ന, അല്ലാഹു പറഞ്ഞതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാ. നിബിതങ്ങൾ പറഞ്ഞ അള്ളാന്റെ ഹബീബിന്റെ ഹദീസ്, ഇത് അല്ലാഹു പറഞ്ഞതാണ് ഖുദ്സിയായ ഹദീസ്. എന്തേ അല്ലാഹു തആല പറഞ്ഞത്? അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അന മാലികുൽ മുൽക്, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ രാജാധിരാജൻ ഞാനാണ്, എനിക്ക് മുകളിൽ ഒരു രാജാവില്ല. വ മാലികുൽ മുലൂക്, ഈ ലോകത്തിന്റെ നേരിൽ കടന്നു വരുന്ന ഏതൊക്കെ രാജാക്കന്മാരുണ്ടോ, ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, ആരായാലും ഏതൊക്കെ ഭരണകർത്താക്കളായാലും അവരെക്കാൾ മുകളിലുള്ള ഭരണാധികാരി ഞാനാ. ഇതെന്റെ വാക്കല്ല, പടച്ചറബ്ബാ പറയുന്നത്. വമാലികുൽ മുലൂക്, ഏറ്റവും വലിയ രാജാതിരാജൻ ഞാനാണ്. അത് മാത്രമല്ല, മറ്റ് നാടുകളെ ഭരിക്കുന്ന മറ്റ് രാജാക്കന്മാരുടെ രാജാവും ഞാനാണ്. അല്ലാഹ് പറയാൻ, അന മാലികുൽ മുൽക്, ഞാനാണ് സകലമാന ആളുകളുടെയും രാജാവ്, എനിക്കപ്പുറത്തോട്ട് മറ്റൊന്നുമില്ല. പിന്നെ റബ്ബ് പറയാൻ, വ മാലികുൽ മുലൂക്, ഈ ലോകത്തെ ഭരിക്കുന്നവർ അല്ല, ഇവിടെ ഇന്ത്യ ഭരിക്കുന്നവർ ആരായിക്കൊള്ളട്ടെ, അവരുടെയും മേൽക്ക് ഞാനാണ്, അവരുടെയും രാജാവ് ഞാനാ. പിന്നെ അല്ലാഹു തആല പറഞ്ഞു എന്താ? അനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനാണ് തമ്പുരാൻ, ഞാനല്ലാത്തവരിലാകില്ല. പിന്നീട് അവിടുന്ന് പറയുകയാണ്, എന്തുകൊണ്ട് പൗരത്വ ബില്ല് നമ്മളിലേക്കൊന്ന് കടന്നു വന്നു? അല്ലാഹു തആല തന്നെ പറയട്ടെ, വ ഇന്നൽ ഇബാദാ അതാഊനി ഹവലത് ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറഹ്ഫാ.
സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവേ, നാട് ഭരിക്കുന്നവരുടെ ഏത് രാജ്യക്കാരാകട്ടെ, രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മനസ്സിന്റെ ഉള്ളിൽ കാരുണ്യം ഞാൻ കൊടുക്കണോ? അല്ലാഹുവേ, അവരുടെ പ്രജകളോടുള്ള കൃപ ഞാൻ കൊടുക്കണോ? അവിടെന്ന് പറഞ്ഞു കൊടുത്ത വാക്കേതാണ്, ഇന്നൽ ഇബാദ, നിശ്ചയമായിട്ടും അടിമകൾ, അത്താഊനി, അവരെന്നെ അനുസരിച്ചാൽ, അവരെനിക്ക് വേണ്ടി നിസ്കരിച്ചാൽ, എനിക്ക് വേണ്ടി നോമ്പെടുത്താൽ, എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ, സ്വത്തിന്റെ സക്കാത്ത് കൊടുത്താ, മാതാവിനെ പിതാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ, ആ നാടിനെ ഭരിക്കുന്ന ഭരണകർത്താക്കളുണ്ടല്ലോ, ആ ഭരണകർത്താക്കളുടെ ഹൃദയത്തിലേക്ക് ഞാൻ തോന്നിപ്പിച്ചു കൊടുക്കൂ, ആ നാട്ടിലുള്ള പ്രജകളോട് ആ രാജാവിന്റെ ഹൃദയത്തിലേക്ക് സ്നേഹമിട്ട് കൊടുക്കും, ആ രാജാവിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷമിട്ട് കൊടുക്കും. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, അല്ല പറഞ്ഞ വാക്കാ, ഇന്നൽ ഇബാദ, നിശ്ചയമായിട്ടും അടിമകൾ, അത്താഊനി, അവരെന്നെ അനുസരിച്ചാൽ, അവരെന്നെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു വന്ന, അവരെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ, പ്രധാനമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ ഹൃദയത്തിലേക്ക് അല്ല പറയാ, ഞാൻ ഇട്ടുകൊടുക്കും, തന്റെ പ്രജകളോട് സ്നേഹം തോന്നിപ്പിച്ചു കൊടുക്കും, അവരോട് കാരുണ്യം തോന്നിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നൽ ഇബാദ, നിശ്ചയമായിട്ടും അടിമകൾ, ഇദാ അസൗനി ഹവലത് ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിസ്സഹതതി വന്നിഖ്മാ. അല്ലാഹു പറയുന്ന ബാപ്പമാരെ വെറുതെയല്ല, അർത്ഥവത്തായ വാക്കായത്. എന്തുകൊണ്ട് പൗരത്വ ബില്ല് പോലെ പേടിപ്പെടുത്തുന്ന പലതും നമ്മളിലേക്ക് വന്നത്? അല്ലാഹു തആല പറയുന്നു, നിശ്ചയമായിട്ട് അടിമകള്, ഇദാ അസൗനി, അവരെന്നെ ധിക്കരിച്ച, അവരെനിക്ക് വേണ്ടി നിസ്കരിക്കാതിരുന്ന, അവരെന്റെ ഖുർആൻ ഓതാതിരുന്ന, അവരെന്നെ വഴിപ്പെടാതിരുന്ന, അവരെന്റെ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ കടന്നു പോകാതിരുന്ന, പാവങ്ങളെ സഹായിക്കാതിരുന്ന, പടച്ചവനെ, അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിട്ടും ഹജ്ജിന് പോകാതിരുന്നാൽ, എന്നെ അനുസരിക്കാതെ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പർദീസയിലൂടെ പാറിപ്പറന്നുകൊണ്ട് പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തില് എന്റെ അടിമകൾ കടന്നു പോയാ, ആ രാജ്യത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ, ആ രാജ്യത്തേക്ക് കടന്നു വന്ന ആഭ്യന്തരമന്ത്രിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്റെ പ്രജകളോട് വെറുപ്പും വിദ്വേഷവും പകയും ഞാൻ ഇട്ടുകൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. കേവലം എന്റെ വാക്കല്ല, ഉസ്താദുമാരുടെ വാക്കല്ല, ഹബീബ് അവിടെന്ന് പറഞ്ഞ് നമ്മളോട് പഠിപ്പിച്ച ആരുടെ വാക്കായിട്ടാണ്? അല്ലാഹുവിന്റെ വാക്കായിട്ട് പറയുന്നു. പടച്ചതമ്പുരാനാ പറഞ്ഞത്, റബ്ബിനെ അനുസരിക്കാതെ കടന്നു പോയാ പ്രജകളോട് വെറുപ്പിട്ട് കൊടുക്കുകയാ. അപ്പോഴാണ് ഒറ്റപ്പെടുത്തണമെന്ന് മനസ്സിൽ തോന്നുന്നത്, അപ്പോഴാണ് പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ അനുസരിക്കാത്ത ഒരവസ്ഥയിലൂടെ മനുഷ്യന്മാര് കടന്നു വന്ന അല്ലാഹു തആല പറയുന്നു, വസാമൂഹും സൂഅൽ അദാബ്, മോശമായ വടികൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും വല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തുകയും ചെയ്യും. മോശമായ കാര്യങ്ങൾ നമ്മളെ പറ്റി അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. അല്ലാഹുവിന്റെ വാക്കാണ്. എന്റെ അടിമകൾ എന്നെ അനുസരിക്കാതെ കടന്നുപോയാൽ, എന്നെ ധിക്കരിച്ചുകൊണ്ട് കടന്നുപോയാൽ, ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ നമുക്ക് തടയിടാൻ നല്ലതാണ്. നമ്മൾ ഇതൊക്കെ വെച്ച് നമ്മൾ ദുആ ചെയ്താൽ എത്ര സന്തോഷം എന്നറിയോ? എന്റെ അടിമകൾ എന്നെ വാപ്പാ ശ്രദ്ധിക്കണം. പെങ്ങളെ, പണ്ടത്തെ പോലെ നമുക്ക് നന്മയില്ല, ഒന്നുമില്ല. പണ്ടുള്ള ഉമ്മമാർ സന്ധി സമയമാകുമ്പോ ചെയ്യുന്ന ഒന്നും ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ടോ? ഇല്ലല്ലോ.
പണ്ടുള്ള ഉമ്മമാരൊക്കെ സന്ധ്യ സമയമായി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒതുകൊടുത്തിട്ട് കയറി പിന്നെ അവരിറങ്ങുന്നപ്പോഴാ ഇഷ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാൻ അതുവരെ മങ്കൂസുമാല, അതുപോലെ മുഹീദ്ദിമാല, നഫീസത്തുമാല, പിന്നെ മങ്കൂസ് മൗലിദ് എന്തൊക്കെ ഓതാൻ പറ്റും അതൊക്കെ ഓതി അവർ ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് അന്നൊന്നും അവർക്ക് സങ്കടങ്ങളും രോഗങ്ങളൊന്നുമില്ല, ഒരു പ്രയാസം അന്ന് ഇങ്ങനൊന്നും വന്നിട്ടില്ല, പൗരത്വം വന്നിട്ടില്ല, ബില്ല് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അന്ന് അവർ അൽഹംദുലില്ലാഹ് മാന്യായിട്ട് അവർ കഴിഞ്ഞുപോയി അല്ലേ. പണ്ടുള്ളവരങ്ങനെ സന്ധ്യ സമയം കൊണ്ട് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? വല്യമ്മമാരൊക്കെ എടുക്കും, നബീസ്തുമാല എടുക്കും അല്ലേ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും ബിണ്ടേ വില്ലിന് ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടും നീ കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. അല്ലാഹുവേ, കഷ്ടത, ഗൃഹപ്പിഴ. എന്താ ഗൃഹപ്പിഴ എന്ന് പറഞ്ഞാൽ? വീടിലുള്ള നൊമ്പരങ്ങൾ, വീടിന്റെ സങ്കടങ്ങൾ, വീടിന്റെ കഷ്ടപ്പാടുകൾ അല്ലേ. ഓരോന്നും ഇന്നിവിടെ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ നൗഷാദ് സാഹിബിന്റെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ ഉമ്മ വെള്ളമക്കനെ കിട്ടി അൽഹംദുലില്ലാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ടിറങ്ങി വന്നതാണ് പാവം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഭയങ്കര ദുആയായിരുന്നു, സന്തോഷമായി. അപ്പൊ അതുപോലെ പണ്ടുള്ള, ഇന്നിപ്പോ അങ്ങനെ കാണാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇന്ന് വളരെ കുറവ് അങ്ങനെ കാണാൻ അല്ലേ. വയസ്സായ വല്യന്മാരൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓതുക, നിസ്കരിക്കാന്ന് പറഞ്ഞാല് ഇന്ന് അധികം കിട്ടൂല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് നമുക്ക്. അതുകൊണ്ടാണ് അവിടെ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നൽ ഇബാദ ഇദാ അസൗനി, എൻ്റെ അടിമകൾ എന്നെ അനുസരിക്കാതെ ഈ പുറം ലോകത്തുകൂടെ കടന്നു പോയാ സുബ്ഹാനല്ലാഹ് ബിസ്സഖ്തതി വന്നിഖുമാ, ആ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളില് തന്റെ പ്രജകളോടുള്ള വെറുപ്പുകൾ അല്ലാഹു വിട്ടുകൊടുക്കുമെന്ന് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇങ്ങനെ വിളിച്ചു പറയുകയാ. അങ്ങനെ വരുമ്പോ വസാമൂഹും സൂഅൽ അദാബ്, മോശമായ കാര്യങ്ങൾ അവരിങ്ങനെ അഴിച്ചുവിടുമെന്ന് അല്ലാഹു പറയുകയാ. പിന്നീട് അല്ലാഹു തആല പറയുന്നു, ഇദൻ അന്നേരം, എന്നേരം ഇദൻ അന്നേരം, ഏത് സമയം? പൗരത്വ ബില്ല് വന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല, വല്ലാത്ത സങ്കടത്തിലാണ്. ഇദൻ അന്നേരം ഫലാ തുശ്ഗിലൂ അൻഫുസകും ബിദ്ദുആ അലൽ മുലൂക്, അങ്ങനെ ഒരവസ്ഥ കടന്നു വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ദുആ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ശ്രദ്ധിക്കണേ, അതുവരെ അല്ലാഹനെ വേണ്ടായിരുന്നു, അതുവരെ നിസ്കരിക്കാൻ വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, സ്വതക്കയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നപ്പോ പിന്നെ റബ്ബിനെ ഭയങ്കര വിളിയായി. അല്ല പറയുന്നു, അപ്പോൾ മാത്രം നിങ്ങൾ ജോലിയായിട്ട് കാര്യമില്ല. വലാകിൻ ശുഗുലു അൻഫുസകും ബിദ്ദിക്രി വത്തഫറുഗ് ഇലയ്യ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എപ്പോഴും എല്ലാ സമയത്തും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കണേ, നിങ്ങൾ കൂട്ടം കൂട്ടമായിരിക്കണേ, വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കണേ, ഭാര്യയും മക്കളും ഇരിക്കണം, ഭർത്താവും ഒരുമിച്ചിരിക്കണം. അവിടെ ഇരുന്നിട്ട് പടച്ചവന്റെ ഖുർആൻ ഓതണം, നിറഞ്ഞ മനസ്സോടെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യണേ. ഒരുമിച്ചിരുന്നു കൊണ്ട് അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കട്ടെ. അങ്ങനെയാ നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ ഹൃദയത്തിന്റെ ഉള്ളില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, അവിടത്തെ പ്രജകളോട് കാരുണ്യം അല്ലാഹു ഇട്ടുകൊടുക്കുമെന്നാണ്. അല്ലാഹുവേ, ഒരു മോശവും അവരെ പറ്റി ചിന്തിപ്പിക്കാത്തൊരു ഭരണം നടത്താൻ അല്ലാഹു തോന്നിപ്പിക്കുമെന്നാ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാ. ആരാ നമ്മളോട് പഠിപ്പിച്ചു എന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, നിന്നെ ഇതുപോലത്തെ സങ്കടങ്ങൾ നിങ്ങളിൽ വന്നാൽ, വിഷമങ്ങൾ വന്നാൽ, ഖുറഊ സൂറത്ത യാസീന, ഇങ്ങനത്തെ പല, നിങ്ങൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി, ആണും പെണ്ണും പഠിക്കാൻ വേണ്ടി പറയാ. ഇങ്ങനത്തെ സങ്കടങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാടുകളിലേക്ക്, നിങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തേക്കൊന്ന് കടന്നു വന്നാലും
നിങ്ങൾ സൂറത്ത് യാസീൻ പതിവാക്കണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അതൊക്കെ പറയും. വാപ്പാ നിങ്ങൾക്ക് നിർത്താറായെന്ന് അറിഞ്ഞ ഒരു ചീറ്റി പേനയും പേപ്പറും എടുക്കുക എഴുതി കൊടുത്തു വിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തും. അവരൊക്കെ പറയും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ഉമർ തങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമുകൾ വിജയിക്കും, മുസ്ലിമുകൾക്ക് നല്ല വർത്താനം കേൾക്കും. ഇല്ലേ? ഇത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഉമർ തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഒരു പ്രവാചകന്റെ ഒരു കഥയാ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ യാസീന്റെ പവറിലേക്ക് ഞാൻ വരും. അന്നുമുട്ടൊന്ന് പറഞ്ഞോട്ടെ. ഉമർ തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, മുസ്ലിമുകൾ ഒന്നും പേടിക്കണ്ട, നമ്മുടെ പൗരത്വ ബില്ലേത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു അതിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. മനസ്സിൽ തട്ടി പറയണം, ഞാൻ പറഞ്ഞതിൻ്റെ പേര് പറയരുത്. അള്ളാഹു നമുക്കതിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഇല്ലേ? അള്ളാഹിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട തോഴനാ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലയോ എൻ്റെ സഹാബത്തെ, അവിടുന്ന് മൂസാ നബിയെ അള്ളാഹു വളർത്തിയത് ശത്രുവിൻ്റെ വീട്ടിലാ. പക്ഷെ വിജയം മൂസാ നബിക്കായിരുന്നു. ശത്രുവിൻ്റെ വീട്ടിൽ അള്ളാഹു ആരെ വളർത്തി? മൂസാ നബി. അതല്ലേ നൈൽ നദി തൻ ഓളങ്ങളുരയും അത്ഭുത കഥ കേട്ടുൾത്തടം പിടയും നൽവർ നബി മൂസദൻ ചരിതങ്ങൾ ഇശലിനാൽ നീവർത്തിയിടട്ടെ. ആണായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ട മുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. ഓളങ്ങൾ താരോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂവാസിയ ബീവി കുഞ്ഞിനെ പോറ്റുന്നേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബാ, മുസ്ലിമുകൾ വിജയിക്കും സ്വഹാബാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വളർത്തിയത് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് പടച്ചവന്റെ പ്രവാചകനെ അല്ലാഹു തആല വളർത്തിയതെങ്കിൽ അവസാനം അവിടുന്ന് ആ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോ അവിടുന്ന് ശത്രുവായിട്ട് മാറുകയാണ് മൂസാ നബി. അവസാനം ആരുടെ ശത്രുവായിട്ട്? ഫറോവയുടെ. അവിടുന്ന് ഫിർഔനക്കറിയാ ഇതെന്റെ ശത്രു തന്നെയാണ്. അവസാനം അവിടുന്ന് മൂസാ നബിയെ വധിക്കാൻ തീരുമാനിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം കടന്നു വരികയാണ്. സമുദ്രത്തിന്റെ പിന്നാലെ ഓടുകയാ. ഉടൻ തന്നെ അള്ളാഹുവിന്റെ വിളി വരുന്നു, മൂസാ വടികൊണ്ടടിക്കും മൂസാ, സമുദ്രത്തിൽ അടിക്കും മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടികൊണ്ടടിക്കുമ്പോ സമുദ്രം രണ്ടായിട്ട് പിളരുകയാണ്. ഇതൊക്കെ റബ്ബിന്റെ കഴിവല്ലേ സഹോദരാ? ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമുക്കെന്ത് പേടിപ്പെടാനാണ്? നമുക്കെന്ത് ഭയപ്പെടാനാണ്? അവിടുന്ന് സമുദ്രത്തിലേക്ക് വടികൊണ്ടെടുക്കുമ്പോ രണ്ടായി പിളരുമ്പോ മൂസാ നബിയും കൂട്ടുകാരും അതിലേക്ക് ഇറങ്ങുകയാണ്. മൂസാ നബിയും കൂട്ടുകാരും അതിലേക്ക് ഇറങ്ങി ഒറ്റപ്പോക്കാൻ. അപ്പൊ കാണാം ഫറോവ പിന്നിന്നിട്ട് വാളിയന്മാർ നമുക്കും പോവാന്ന് പറഞ്ഞ് വിളിച്ചു. ഇറങ്ങിക്കൊടുത്ത് കടല് മൂടി. അള്ളാഹുവിന് എല്ലാം നിമിഷ നേരം മതി. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ അവിടെ ഇബ്രാഹിം നബിയെ കൊണ്ടിടാൻ കഴിയാഞ്ഞിട്ട് അമ്പിൽ കെട്ടിയിട്ടാണ് ഇബ്രാഹിം നബി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷേ അല്ലാഹുവേ, കിലോമീറ്ററുകളോളം അകലത്തിലൂടെ വട്ടമിട്ടുകൊണ്ട് പറന്നുപോയ പക്ഷിപറവാദികൾ പോലും കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ട് ആ തീക്കുണ്ടാരത്തിൽ വീണിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിന് ഒരു കേടുപാട് പോലും അല്ലാഹു സംഭവിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ സഹോദരാ, നമ്മൾ പേടിക്കണ്ട. പെങ്ങളെ, എന്റെ ഉമ്മമാരെന്തിന് പേടിക്കണം? ആശിത്താ ബീവി നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. 3 മക്കളെ മൂസയെ കൊണ്ട് വിശ്വസിച്ചു എന്നറിയുമ്പോ 3 മക്കളെയും കൊണ്ടുവന്നിട്ട് ഓരോ മക്കളെ കടുത്ത് പിടിച്ച് ഞെരിച്ചു കൊന്നുകളഞ്ഞു. അവസാനം ആശിത്താ ബീവിയുടെ ഒരേ ഒരു കുട്ടിയാണ്. കഥ പറയാത്ത, സംസാരിക്കാത്ത, മിണ്ടാ
പോലും പ്രായമാകാത്ത ആ കുട്ടിയെ പിടിച്ചിട്ട് ഫിർഔനിന്റെ കിങ്കരന്മാർ ചോദിക്കുകയാ, മാഷിത്താ മാഷിത്താ, നിനക്ക് പിന്മാറാൻ പറ്റുമോ മാഷിത്താ? മാഷിത്താ ബീവി റളിയല്ലാഹു അൻഹ ഒരു സെക്കൻഡും ആലോചിച്ച്, പടച്ചവനെ, സംസാരിക്കാത്ത കുട്ടിയാണല്ലോ, അല്ലാഹു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മാഷിത്താ ബീവി റളിയല്ലാഹു അൻഹ നിൽക്കുമ്പോ സംസാരിക്കാത്ത കുട്ടി വിളിച്ചു പറയുന്നു, ഉമ്മ. അവിടന്ന് ഉറക്കെ ചൊല്ലുമ്മ, നമ്മുടെ പൗരത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടത്തെ ജീവിതം ഒരു ജീവിതമല്ല ഉമ്മ. വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ. ശേഷിക്കുന്ന ഒരു ജീവിതമുണ്ട് പടച്ചവന്റെ സ്വർഗത്തില്, അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം ഉമ്മ. എന്റെ പേരിൽ അള്ളാഹുവിനെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തല്ല ഉമ്മ. എന്തിനാ ഞാൻ ഇത് പറഞ്ഞു എന്നറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാ, എന്തെങ്കിലും പ്രയാസങ്ങളും സങ്കടങ്ങളും വരുമ്പോ, അള്ളാഹുവേ, വേറെ ഒരു മതസ്ഥനായിരുന്നെങ്കിൽ എനിക്കത് വരില്ലായിരുന്നല്ല റബ്ബേ. ഈ ഒരു ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിൽ വന്ന ഉമർ തങ്ങൾ പറയുന്ന, ഷഹാദത്ത് കലിമ ചൊല്ലിക്കോ, ഷഹാദത്ത് കലിമ നീ ചൊല്ലിക്കോ, ഷഹാദത്ത് കലിമ നീ ചൊല്ലിക്കോ. അല്ലാഹുവേ, മുസ്ലിമായതിന്റെ പേരിലാണോ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് കടന്നു പോകാതെ നമ്മുടെ പൗരത്വമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വേണ്ടുന്ന കോലത്തിൽ വിശ്വസിച്ചാൽ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് അല്ലാഹുവേ ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് സുബ്ഹാനല്ലാഹ് കരിങ്കല്ലുകൾ പറക്കി അവിടെ നിന്ന് നെഞ്ചത്തേക്ക് വെച്ചിട്ട് ചോദിക്കുന്ന ബിലാല്, മാറാൻ പറ്റുമോ? ഉടൻ തന്നെ ബിലാൽ ഇബ്നു റബാഹ് പറഞ്ഞു, അല്ലാഹു അഹദ്. അതുകൊണ്ടാണ് ബിലാൽ തങ്ങൾക്ക് അവസാനം അല്ലാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്തത്, ബിലാല്, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പരിമളത്തില് നിന്നെ ഞാൻ കണ്ടു ബിലാൽ, നിന്റെ കലിമയുടെ വിശ്വാസമാണ് ബിലാൽ. നമ്മുടെ കലിമയിൽ ഞാനും നിങ്ങളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ അടിയുറച്ച ഈമാനുണ്ട്, വിശ്വാസമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ടോ? നമ്മൾ വിജയിക്കും. ഇവിടുത്തെ ജീവിതം ബാപ്പ ഒരു ജീവിതമല്ല, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തുള്ള ജീവിതമാണ്. അള്ളാഹു നമുക്ക് അവിടത്തുള്ള സൗഭാഗ്യം തരട്ടെ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇവരുടെ എല്ലാ കഥകളും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ എന്തേ പറഞ്ഞു എന്നറിയോ സ്വഹാബ? ഇങ്ങനത്തെ ഒരു സങ്കടം വന്ന, പൗരത്വ ബില്ല് പോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന, ഖുറഊ സൂറത്ത് യാസീന, സൂറത്ത് യാസീൻ നിങ്ങൾ ഓതണേ. മൻ ഖറഅഹാ ഇൻ കാന ഖായിഫാ അമിനഹുല്ലാഹ്. ഉമർ തങ്ങൾ പറയുന്ന വാക്കറിയോ? അല്ലാഹുവേ, ഇൻ കാന ഖായിഫാ, ഭയപ്പെടുത്തുന്ന ഒരു സമയത്താണ് മനുഷ്യന്മാര് കടന്നു പോകുന്നതെങ്കിൽ, പേടിപ്പെടുത്തുന്ന ഒരു സമയത്താണ് മനുഷ്യന്മാര് കടന്നു പോകുന്നതെങ്കിൽ, മൻ ഖറഅഹാ സൂറത്ത് യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അമിനഹുല്ലാഹ്, ഒരു പൗരത്വ ബില്ലും അവനെ ബാധിക്കില്ല, ഒരു സങ്കടവും അവനെ ബാധിക്കില്ല. ഒരു ചെറുപ്പക്കാരനും അല്ലാഹുവേ കാരിമ്പിന്റെ ഉള്ളിൽ അകപ്പെടണമെന്ന് പറയില്ല. ഇനി അങ്ങനെ ജയിലിന്റെ ഉള്ളിൽ പെട്ടുപോയാലോ? ഉമർ തങ്ങൾ പറയുന്നു, മൻ ഖറഅഹാ ഇൻ കാന ഫിസ്സിജ്നി, ഇനി ജയിലിന്റെ ഉള്ളിലെങ്ങാണം അകപ്പെട്ടു പോകുന്നൊരവസ്ഥ വന്നാൽ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ചു വെച്ചിട്ട് നമ്മളോട് പറഞ്ഞതാ, ഇന്ന് നമുക്കതൊരു പാഠമായി കടന്നു വന്നല്ലോ. അവിടെ നിന്ന് പറയുകയാണ് സ്വഹാബാ, വ ഇൻ കാന ഫിസ്സിജ്നി, ഇനി ജയിലിന്റെ ഉള്ളറയിലാണ്, എന്നാ വീട്ടിന്റെ ഉള്ളിലുള്ള ഭാര്യ ഓതട്ടെ, മക്കൾ ഓതട്ടെ, അനുജൻ ഓതട്ടെ, ജേട്ടൻ ഓതട്ടെ, സൂറത്ത് യാസീൻ ഓതിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജയിലിന്റെ ഉള്ളിന്റെ
ഉള്ളറയിൽ നിന്ന് അവനെ മോചിപ്പിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഉമ്മമാരെ, നമുക്കിന്ന് സമയമില്ല. പണ്ട് കഴിഞ്ഞു പോയതുപോലെ, പണ്ടത്തെ ആർഭാടത്തെ പോലെ, പണ്ടത്തെ അവിശ്വാസത്തെ പോലെ കടന്നു പോയാ പറ്റൂല. ഈമാനികമായ ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. അല്ലാഹ് എന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പവിത്രമായ കലിമയുണ്ടല്ലോ, ആ കലിമത്തു തൗഹീദ്, ആ ഉള്ള കലിമത്തു തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്വഹാബാ മൽ ഖറഅഹാ ഇൻ കാന ഖായിഫാ അമിനഹുല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു പോവുകയാ. ഉമർ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. അല്ലാഹുവേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. അവിടുന്ന് ഖലീഫയായ അലിയാർ തങ്ങളുടെ കാലഘട്ടം, ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടമല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ കടന്നു വന്നിട്ട് അലിയിനോട് പറയുന്നു, അലിയേ, സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കുറച്ചാളുകൾ ഞങ്ങളുടെ ശത്രുക്കളായി കടന്നു വന്നിരിക്കുകയാ. പാതിരാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. പേടിപ്പെടുത്തുകയാണ്, സങ്കടപ്പെടുത്തുകയാണ്, വീട്ടിലേക്ക് കല്ലെറിയുകയാ, വാക്കുകൾ കൊണ്ട്, നാവുകൾ കൊണ്ട് കുത്തി നോവിക്കുകയാണ്. പടച്ചവനെ, യഹൂദുകൾ പറയും ഇവിടുന്ന് പോകണമെന്ന, ഈ ഉള്ള വീട് പൊളിച്ചു മാറ്റണമെന്ന, ഈ കൊച്ചുമക്കളെയും കൊണ്ട് എവിടേക്ക് പോകാനാണ് അലിയേ? അതുകൊണ്ട് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഈ മദീന പള്ളിയുടെ ഏതെങ്കിലും ഒരു ചാരത്തൊരു അവസരം തരുവോ? അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു മരുന്ന് പഠിപ്പിച്ചു തരാം. ആ മരുന്ന് നീ വന്ന് ചെയ്തു നോക്ക്. അതിലും മാറിയിട്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ അല്ലാഹുവേ താമസിക്കാനുള്ള സ്ഥലം തരാ. ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാ, ഇൻകാന ഖായിഫാ മൻ ഖറഅഹാ അമിനഹുല്ലാഹ്. നീ എവിടെന്ന് പേടിപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന, ഭയപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാ. ശത്രുക്കളെ ഭയക്കുകയാണ്. എന്തും എപ്പോഴും സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ കടന്നു പോവുകയാ. എന്നാൽ എന്റെ പൊന്നുമോനെ, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കടന്നിരുന്നിട്ട് പടച്ചവന്റെ ഖുർആനാകുന്ന ഖുർആനുള്ള സൂറത്തായ സൂറത്ത് യാസീൻ നിറഞ്ഞ മനസ്സോടെ ഓതാൻ കഴിയുവോ? എന്നാ നിനക്ക് വിജയിക്കാമെന്നാ. ഈ സ്വഹാബി അവിടുന്ന് കടന്നുപോയി മക്കളെ വിളിച്ചു, ഭാര്യയെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒളിവെടുത്തിട്ട് കടന്നു വരുവോ? ഒളിവെടുത്തുകൊണ്ട് കടന്നു വരികയാ. എല്ലാവരും ഒരുമിച്ച് ഓതുകയാ, യാസീൻ വൽ ഖുർആനിൽ ഹകീം. നിറഞ്ഞ മനസ്സോടെ സൂറത്ത് യാസീൻ ഓതുകയാണ്. അല്ലാഹുവേ, മൂന്നാമത്തെ ദിവസം ഒരു ശല്യമില്ല, ഒരാളും വഴക്ക് പറയാനില്ല, ഒരാളും കുത്തി നോവിക്കാനില്ല. നാലാമത്തെ ദിവസം ഓതുമ്പോ ഇന്നലെ വരെ ചീത്ത വിളിച്ചിരുന്ന, ഇന്നലെ വരെ കുറ്റപ്പെടുത്തിയിരുന്ന, ഇന്നലെ വരെ വീട് വിടന്ന് പൊളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ ആ ആളുകൾ പോലും ആ വീട്ടിലുള്ളവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് കടന്നു പോവുകയാ. അല്ലാഹുവേ, നമുക്ക് ശത്രുക്കൾ അധികമായ, അതിന് ഏത് വിഷയമാകട്ടെ, ഈ ഉള്ള ദുനിയാവിന്റെ പുറത്ത് നമ്മൾ ആരെയും കുത്തി നോവിക്കാൻ പോകുന്നില്ല, ഒരാളെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല, ആക്ഷേപിക്കുന്നവരെ വെറുപ്പിക്കാൻ പോകുന്നില്ല, കളിയാക്കുന്നവരെ കളിയാക്കല്ലേ എന്ന് പറയാൻ പോകുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ആയുധമേതാ? അത് പടച്ചവന്റെ ഖുർആനാ, അത് സൂറത്ത് യാസീനാണ്. അത് വേണ്ടുന്ന കോലത്തിൽ ഓതിയാൽ അല്ലാഹു തന്നെ വരെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത്, അനമാലിക്കുൽ മുൽക് വമാലിക്കുൽ മുലൂക്. ഈ രാജ്യത്തെ മുഴുവനും ഭരിക്കുന്ന ഭരണാധികാരി
ആര്? ഞാനാ. അല്ലാഹുവേ, ഈ രാജ്യത്ത് കടന്നു വരുന്ന ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകട്ടെ, അവരെ ഭരിക്കുന്ന രാജാവും ഞാനാ. അതുകൊണ്ട് ഇന്നൽ ഇബാദ ഇദാ അതൗനി, എന്നെ എന്റെ അടിമകൾ വഴിപ്പെട്ടാൽ, അവരെന്നെ അനുസരിച്ചുകൊണ്ട് കടന്നു പോയാ, സുബ്ഹാനല്ലാഹ്, ഹവ്വലത് ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വന്നിഅമാ. അള്ളാനെ വഴിപ്പെട, അതിൽപ്പെട്ടതാ പടച്ചോന്റെ ഖുർആനോദ. അള്ളാഹ് ഹോദാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. മനസ്സറിഞ്ഞു പറഞ്ഞു, അള്ളാഹ് ഹോദാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. പൊന്നാര വാപ്പാര വലിയ വിഷയാണ്. അള്ളാഹ് പറയാ, നിങ്ങളെന്ന് അടുത്താ മതി, ഞാൻ അവരെ ശരിയാക്കാൻ. റബ്ബ് പറയാ, നിങ്ങളെന്ന് അടുത്തേക്ക്, ഞാൻ ശരിയാക്കി തരാൻ. അള്ളാന്റെ ഓർഡർ ഉണ്ട്. ഇനി നമ്മളൊന്ന് അള്ളാഹിലേക്കൊന്ന് ചേർന്നാ മതി, ബാക്കി റബ്ബ് നോക്കും. അതിന് വിശ്വാസം വേണം. الذين يؤمنون بالغيب, അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. അപ്പടി നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തതാണ് യാസീനോദനമെന്ന്. അതാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാനുള്ളത്. സുബ്ഹാനല്ലാഹ്, ഉമറങ്ങളെ കാലഘട്ടം കഴിഞ്ഞു. അല്ലാഹുവേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അലിയാര് ചോദിക്കുന്നു, ഉസ്മാൻ, നിങ്ങൾ എങ്ങനെ ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നു? ഉസ്മാൻ, നിങ്ങൾ എങ്ങനെ ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. ഈ ലോകത്തുള്ള മുഴുവൻ അധികം ആളുകളും പറയുന്നത് ഉമറിന്റെ ഭരണം കൊണ്ടുവരണമെന്നാണ്. നമുക്കറിയാം. പിന്നെ ഗെജ്രിവാൾ പോലും അവിടുന്ന് തന്റെ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഗെജ്രിവാൾ എന്താ പറഞ്ഞേ? ഉമറിന്റെ ഭരണത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ വായിച്ചില്ലേ? ഉമറിന്റെ ഭരണത്തെ ഞാൻ ആഗ്രഹിക്കുന്നു ഗെജ്രിവാൾ പറഞ്ഞത്. അത്രത്തോളം സ്ഥാനമാനങ്ങളുള്ള മഹാനുഭാവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഞാൻ വഴിക്ക് വരിയായി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഈ ലോകം ഭരിക്കുമ്പോ സന്തോഷത്തിന്റെ വഴികളിലൂടെയാ നമുക്ക് കടന്നു പോകാനുള്ളത്. ആ ഉമറിന്റെ പാഠമാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ അലിയാർ തങ്ങൾ പറഞ്ഞു പോയത്, അല്ലാഹു ഉസ്മാൻ തങ്ങൾ പറഞ്ഞു പോയത്, സഹാബാ, ഉമറിന്റെ ഭരണം പറയാൻ കഴിയില്ല, അത് വല്ലാത്ത ഭരണമാ. ഉമർ തങ്ങൾ പാതിരാത്രിയായാൽ കടന്നിരിക്കും റൂമിന്റെ ഉള്ളിൽ, അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആനിന്റെ ആയത്തോതുകയാ. ഏതാണ് ആയത്തെന്നറിയോ? അല്ലാ അല്ലാ. നിറഞ്ഞ മനസ്സോടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിന്റെ ഉള്ളിൽ കടന്നിരുന്നിട്ട് പടച്ചവന്റെ ഖുർആനിന്റെ ആയത്തോതി, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരണേ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണേ. ഈ ആയത്തോതിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയും. കരഞ്ഞിട്ട് പറയുന്നു, ഉമറേ, ബാപ്പമാരെ, നിങ്ങൾക്കറിയോ, കിസ്റ കൈസറിന്റെ രാജാവിന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ മദീനയിൽ കടന്നു വരികയാണ്. മദീനയിലേക്കൊന്ന് കടന്നു വരുന്ന ആൾ ആരെ തിരക്കിയാ വരുന്നത്? ഖലീഫ ഉമറിനെ തിരക്കിയിട്ടാണ് കടന്നു വരുന്നത്. അല്ലാഹുവേ, കടന്നു വരുമ്പോ കിസ്റ കൈസറിനെ പോലെ വലിയ വീടുകളില്ല, മണിസൗധങ്ങളില്ല, കൊട്ടാരങ്ങളില്ല. വന്ന് കാണുമ്പോ തന്നെ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറിയ ചെറിയ വീടുകളാ. അങ്ങനെ ഉള്ള വീടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഇതെന്ത് നാടായത്? വലിയ ഒരു വീടില്ലല്ലോ ഇത്. അപ്പ കാണാൻ കുറച്ച് വലുതായി കാണുന്ന ഒരു വീട്. ആ വീടിന്റെ മുമ്പിൽ മണ്ണ് തലയിണയാക്കി മണ്ണ് ബെഡ്ഷീറ്റായിട്ട് വിരിച്ചൊരാൾ കിടക്കുകയാ. പടച്ചോനെ, ആരോടാണ് ഖലീഫ ഉമറിനെ പറ്റി വന്ന് ചോദിക്കുന്നത്? ആരോടാണ് ഖലീഫ ഉമറിനെ പറ്റി ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ആ കടന്നു വന്ന കിസ്റ കൈസറിന്റെ പ്രതിനിധി അവിടെ നിന്ന് കിടക്കുന്ന ആളോട് ചോദിച്ചു, സഹോദരാ, ഈ ഖലീഫ ഉമറിനെ ഒന്ന് കാണിച്ചു തരുവോ?
ഖലീഫ ഉമറിനെ വന്ന് കാണിച്ചു തരുവോ? അല്ലാഹുവേ, ഉടൻ തന്നെ ആ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാനാ ഉമറിനോട് പറയാ, എന്നോട് പറഞ്ഞു, ഞാനാ ഉമറിനോട് പറയാ. ഞാൻ പറഞ്ഞു, അല്ലാ. വന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങളോട് പറയില്ല, നിങ്ങളോട് പറയില്ല, എനിക്ക് ഖലീഫ ഉമറിനെ വന്ന് കാണണം. കൊച്ചുകുട്ടികൾ പോലും പേടിപ്പെടുന്ന, ഒരു നാട്ടിന് നല്ലതുപോലെ കൊണ്ടുപോകുന്ന, മകനെന്ന് നോക്കാതെ, ഭാര്യയെന്ന് നോക്കാതെ, മകളെന്ന് നോക്കാതെ നീതി പുലർത്തുന്ന ഖലീഫ ഉമറുണ്ടല്ലോ, ആ ഉമറിനെ പറ്റി നാട്ടുകാർ മുഴുവനും പരിചയപ്പെടുത്തുകയാ. കിസ്റ കൈസർ പോലും ഉമറിന്റെ പേര് പറയുകയാ. അങ്ങനെ ഉള്ള ഖലീഫ ഉമർ ആരാ? അദ്ദേഹത്തിന്റെ ഭരണം എത്രയോ സുസ്ഥിരമാ. അതുകൊണ്ട് ആ ഉമറിനെ പറ്റി വന്ന് പരിചയപ്പെടാമെന്ന് കാണിച്ചു തരുവോ? അദ്ദേഹം അപ്പോഴും പറഞ്ഞു, എന്നോട് പറഞ്ഞോ, ഞാൻ പറയാ. ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളോട് പറയാനല്ല. ഇവർ രണ്ടുപേരും വാക്ക് തർക്കമായി. ആ സമയമാണ് കുറച്ച് വലിയ വീടാണെന്ന് തോന്നിക്കുന്ന. അതേതാ വീടെന്നറിയോ? അള്ളാന്റെ ഹബീബിന്റെ മസ്ജിദുൻ നബവിയ. അത് അബൂബക്കറിന്റെ വീടാ, അത് ഉമറിന്റെ വീടാ, അത് ഉസ്മാനിന്റെ വീടാ, അത് തൽഹത്തിന്റെ വീടാ, അത് അബീ ഉബൈദത്തുൽ ജറാഹിന്റെ വീടാ, അത് ഫാത്തിമാന്റെ വീടാ, അത് ആയിഷാന്റെ വീടാ, അത് തൽഹത്തിന്റെ വീടാ. അല്ലാഹുവേ, അലിയാർ തങ്ങളാണ് കടന്നു വരുന്നത്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന് ചോദിച്ചെന്തേ പ്രശ്നം? ഉടൻ തന്നെ കിസ്റ കൈസറിന്റെ രാജാവിന്റെ പ്രതിനിധിയായി കടന്നു വന്ന ആള് പറഞ്ഞു, സഹോദരാ, ഞാൻ ഖലീഫ ഉമറിനെ തിരക്കി വന്നതാണ്, പക്ഷേ ഈ മനുഷ്യനതാ സമ്മതിക്കുന്നില്ല. ഉടൻ തന്നെ അലിയാർ തങ്ങൾ പറഞ്ഞു, സഹോദരാ, നിങ്ങൾ സംസാരിക്കുന്ന മണ്ണിൽ കിടന്ന മനുഷ്യനുണ്ടല്ലോ, മണ്ണ് തലയണയായി കിടന്ന മനുഷ്യനുണ്ടല്ലോ, അതാ നിങ്ങൾ തിരക്കുന്ന ഖലീഫ ഉമർ കേട്ടോ. അല്ലാഹുവേ, ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി കിടക്കുന്നത് എവിടെയാ? മണ്ണിന്റെ മെത്തയാ, മണ്ണിന്റെ തലയിണയാ. ഈ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി. അല്ലാഹുവേ, രാജ്യം മുഴുവനും ചർച്ചകൾ ചെയ്യുന്ന ഉമറിന്റെ ഭരണം, അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? കെജ്രിവാൾ പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണം വേണമെന്നാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉള്ള ഉമർ തങ്ങൾ ആരെന്ന് ചോദിക്കുമ്പോ അലിയാര് പറഞ്ഞത്, ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ച ആ വ്യക്തിയുണ്ടല്ലോ, അതാണ് ഖലീഫ ഉമറുൽ ഫാറൂഖ്. ഒരു ഉറക്കെ പറയ്, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ ഭരണാധികാരി കിടന്നുറങ്ങണ അവിടെ മണ്ണിന്റെ തലയിണയിൽ, മണ്ണിന്റെ ബെഡ്ഷീറ്റിൽ. ചോദിച്ചു, എനിക്ക് ഖലീഫ ഉമറിനെ കാണണ്ട. അപ്പൊ തന്നെ കാണും മൂപ്പരായി. അപ്പൊ പറഞ്ഞു, എന്നോട് പറഞ്ഞോ? അപ്പോഴും പറയുന്നില്ല, ഞാനാണ് ഈ നാട് ഭരിക്കുന്ന ആളെന്ന് പറയുന്നില്ല. അവിടുന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞോ? അവസാനം ഇല്ലാന്നായി. ഇവരുടെ ശബ്ദം കേട്ട് അലിയാർ നിങ്ങൾ വന്നിട്ട് പറഞ്ഞു, എന്തെങ്ങളുടെ പ്രശ്നം പറയും? ഖലീഫ ഉമറിനെ കാണാമെന്നപ്പോ ഇദ്ദേഹം പറയാണ്, എന്നോട് പറയാനാ പറഞ്ഞു, എന്താ ചെയ്യാ? അലിയാർ നിങ്ങൾ പറഞ്ഞു, ആ നിൽക്കുന്ന ആളുണ്ടല്ലോ, അതാണ് ഖലീഫ ഉമർ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നല്ല രാജ്യമാക്കി തരട്ടെ. നല്ല രാജ്യമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കോലത്തിൽ അള്ളാഹു തആല ആക്കി തരട്ടെ. ഈ സദസ്സിലുള്ള ദുആ അള്ളാഹ് സ്വീകരിച്ച കഴിഞ്ഞില്ല, രക്ഷപ്പെട്ടില്ല നമ്മൾ. അള്ളാഹു നമ്മുടെ ദുആകളെ മുഴുവൻ അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അത്രയും നല്ല ഭരണം നടത്തിയ ഇന്ന് എല്ലാവരും വായിക്കുന്നുണ്ട്, ഉമറിന്റെ ഭരണത്തെ പറ്റിയൊക്കെ വായിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ കഴിഞ്ഞാൽ ഉമർ തങ്ങളുടെ അതേ സ്വഭാവം വെച്ച് പുലർത്തിയ വേറൊരാളുണ്ട്. ആരെന്ന് പറയാവോ? ഉമർ തങ്ങളുടെ അതേ റൂട്ടിലൂടെ പോയ വേറൊരാളുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു. ഉമർ തങ്ങളുടെ അതേ കോപ്പിയാ, അതേപോലെ. അതല്ലേ, ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന്,
എന്നാലും എന്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ. കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അതേ കോപ്പിയാണ് അല്ലേ? ഓ പ്രിയേ, എനിക്ക് മുന്തിരി ഇന്ന ആഗ്രഹമുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലെ രാജാവല്ലേ, ഭരണാധികാരിയല്ലേ, കഴിച്ചോളിൻ, മേടിച്ചോളിൻ. ഏയ് അത് പറ്റൂല. എന്റെ കാരണം എന്നറിയോ? എന്റേതായിട്ട് ഒരു ദിർഹം പോലും എന്റെ കയ്യിലില്ല, അതെന്റെ പ്രജകൾക്കുള്ളതാണ്. ഉമർ തങ്ങളെ പഠിച്ചവർ മുഴുവനും അതേ കോപ്പിയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അല്ലേ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമല്ലേ ആഗ്രഹിക്കുന്നത്? സഹോദരങ്ങളെ, ഖബർ പറഞ്ഞ് കരയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടില്ല. നമുക്കൊന്ന് ബോധം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോവുകയാണ്. എന്തിനേറെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വീട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അവിടുന്ന് മാംസം കഴിക്കാൻ. ഉമർ തങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അവിടുന്ന് മാംസം കഴിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. യാ അബ്ദുല്ലാഹ് വന്നാസു ഫീ ഖിസാസ്. ജനങ്ങൾ മുഴുവനും പട്ടിണി കിടക്കുമ്പോ ഈ നാട് ഭരിക്കുന്ന ഖലീഫയുടെ മകൻ ഇറച്ചി കഴിക്കുകയോ? പാടില്ല. ജനങ്ങൾ എത്രയോ ആളുകൾ പട്ടിണിയാ, നീ അവിടെ ഇറച്ചിയും കഴിച്ചിട്ട് ഇങ്ങനെ കടന്നു പോവാണോ? പാടില്ല മോനെ. അല്ലാഹുവേ നീതിയാണ്. അവിടെ മക്കളെന്നില്ല, ഭാര്യയെന്നില്ല, സഹോദരങ്ങളെന്നില്ല, കൂടപ്പറപ്പുകളെന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ റെക്കമെൻഡിലേക്ക് കടന്നു പോകാനും കഴിയില്ല. അള്ളാഹുവിനെ മുന്നിൽ നിർത്തി ഭരണം നടത്തിയ ആളാണ് ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്തിനേറെ സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഡമസ്കസിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ വിതരണം ചെയ്യാൻ മദീന പള്ളിയുടെ ചാരത്തവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മകനെ ഏൽപ്പിച്ചിട്ട് കടന്നു പോവുകയാണ്. ഉമർ തങ്ങൾ തിരിച്ചു വരുമ്പോ തന്റെ മകന്റെ തലയിൽ എണ്ണ കാണുകയാ. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മകനോട് ചോദിച്ചു, മോനെ നിന്റെ തലയില് എവിടെന്നാണ് എണ്ണ കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഈ മകൻ പറഞ്ഞു, ബാപ്പാ അവിടുന്ന് ഡമസ്കസിൽ നിന്ന് കടന്നു വന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണ പെരട്ടാൻ, ആ എണ്ണ മറ്റുള്ളവർക്ക് മദീനക്കാർക്ക് വീതിച്ചു കൊടുക്കാ എന്നെ ഏൽപ്പിച്ചില്ലേ ബാപ്പാ? ആ ഏൽപ്പിച്ചു കൊടുത്തപ്പോ, ആ ഏൽപ്പിച്ചു തന്നപ്പോ എല്ലാവർക്കും ഞാൻ എന്നെ വീതിച്ചു കൊടുത്തു. ബാക്കി വന്നത് ഞാൻ എന്റെ തലയിൽ അങ്ങ് തേച്ചു ബാപ്പാ. ഇതൊരു മകനോടാണ്, ഇതൊരു മകനോടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചോദ്യം. മകനാണ് ബാപ്പയോട് പറയുന്നത്. ഷമീർ ദാരിമിയാണെങ്കിൽ എന്ത് പറയും മകനോട്? മോനെ കുഴപ്പമില്ല, ഇനി ബാക്കി എണ്ണയുണ്ടോ, അതെടുത്ത് മാറ്റിവെച്ചോ. നമ്മൾ പറയും, എന്റെ ബാപ്പ പള്ളിയിൽ ഏതെങ്കിലും ഒരു നേർച്ച വരുമ്പോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു പൊതുവിവാഹത്തിന്റെ കാര്യം വരുമ്പോ ബാക്കിയുള്ള എണ്ണയോ അരിയോ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് അധികാരമില്ല. മഖാമുകൾ നടക്കുന്ന, ആണ്ട് നേർച്ചയിൽ നടക്കുന്ന ആണ്ടു നേർച്ചകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സാധന സാമഗ്രികൾ കൊടുക്കാറുണ്ട്. അരി കൊടുക്കാറുണ്ട്, എണ്ണ കൊടുക്കാറുണ്ട്, മാംസം കൊടുക്കാറുണ്ട്, പലചരക്ക് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിന്റെ ഒരു അംശം പോലും നമ്മുടെ ഭാര്യയുടെ ഉദരത്തില്, നമ്മളുടെ മക്കളുടെ ഉദരത്തിൽ കൊടുക്കാൻ പാടില്ല. കാരണം അത് പൊതുമുതലാണ്, അത് ഹറാമിയത്തിന്റെ മുതലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മകനോട് പറയാ, ആര് പറഞ്ഞടാ നിന്റെ തലയിൽ എണ്ണതേക്കാ? ഇതിന് പകരമായി നീ കടന്നുപോയി ഒന്നുകൾ നിന്റെ തല നീ മുണ്ടനം ചെയ്യണം, ഒന്നുകൾ നിന്റെ തല നീ മൊട്ടയടിക്കണം, അല്ലെങ്കിൽ ആ തേച്ച എണ്ണയുടെ പൈസ ബൈത്തുൽ മാലിൽ നീ കൊടുക്കണം. ആരോടാ ഇത് പറയുന്നത്? വെളിയിലുള്ള ഒരാളോടല്ല, സ്വന്തം ചോരയിൽ പിറന്ന മകനോട് പറയാ, ഇതിൻ്റെതായിട്ടുള്ള കാശ് ബൈത്തുൽ മാലിൽ കൊടുക്കുകയോ, അതില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തല നീ മുണ്ടനം ചെയ്യുകയോ ചെയ്യണം.
ചെല്ലണം. കാരണം ഇവിടെ ഭരണാധികാരി ഞാനാ. നാളെ പടച്ചവന്റെ മുമ്പില് ഈ ഉമർ ഫാറൂഖ് കൈയും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞു പോയെങ്കിൽ ഒരാളുടെ റെക്കമെൻഡേഷനും നടക്കില്ല. സുബ്ഹാനല്ലാഹ്. സൂക്ഷ്മതയോടുകൂടി ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്തിനേറെ നിങ്ങൾക്കറിയോ, ഒരു യഹൂദിയായ ഒരു മനുഷ്യനും അതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യനും ഒരു വീടിന്റെ ചാരത്തുണ്ട്. അല്ലാഹുവേ, യഹൂദിയായ മനുഷ്യൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്ന് പറഞ്ഞു, ഓ ഉമറുൽ ഫാറൂഖ്, ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരി നിങ്ങളാണ്. ഞാൻ ഒരു യഹൂദിയായ മനുഷ്യനാ. എന്നാലും നിങ്ങൾ നല്ലതല്ലേ ചെയ്യുള്ളൂ, നീതിയല്ലേ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് വന്നതാണ് ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്ന യഹൂദിയായ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഉമർ തങ്ങൾ ഇരിക്കാൻ പറയുകയാ. ആരെ കൊണ്ടാ ഇതുപോലെ കഴിയുന്ന സഹോദരങ്ങള്? ഇന്ന് മതം നോക്കി രാഷ്ട്രീയം നോക്കി അല്ലാഹ് മുഖം നോക്കിയിട്ട് കാര്യമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്ന യഹൂദിയായ മനുഷ്യന്റെ കൈ പിടിച്ചിട്ടിരിക്കാൻ പറയുമ്പോ ആ മനുഷ്യന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കടന്നു വന്നിട്ട് യഹൂദിയായ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്തേ സഹോദരാ കടന്നു വന്നത്? വന്ന യഹൂദിയായ മനുഷ്യൻ പറയുന്നു, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ സങ്കടം പറയുന്നതിന് മുമ്പ്, എന്റെ വിഷമം പറയുന്നതിന് മുമ്പ്, എന്റെ ദുഃഖം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു സന്തോഷത്തിന്റെ വാക്ക് പറയട്ടെ. നിങ്ങളെ പറ്റിയാണോ പല ആളുകളും ഇങ്ങനെ പറഞ്ഞിരുന്നത്? ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ തങ്ങളെ, നിങ്ങൾ എന്റെ കൈ പിടിച്ച് നിങ്ങളുടെ ചാരത്തിരുത്തുമ്പോ എന്റെ മനസ്സിനെത്ര കുളിർമയായെന്നറിയോ? എന്നിട്ട് പറയുന്നു, തങ്ങളെ ഞാൻ വന്ന എന്തെന്നറിയോ? എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സ്വഹാബിയുണ്ട്. അള്ളാഹു കുറച്ച് സമ്പത്ത് കൊടുത്ത മനുഷ്യനാണ്. അപ്പുറത്ത് മുസ്ലിമായൊരു പാവപ്പെട്ട ഒരാളുമുണ്ട്. മുസ്ലിമായൊരു പാവപ്പെട്ട ഒരാളുമുണ്ട്. ഞാനൊരു യഹൂദിയാ സമ്മതിച്ചു. പക്ഷേ എന്നാൽ എന്റെ മക്കളും പട്ടിണിയിലാണ്, എന്റെ മക്കളും വിഷമത്തിലാണ്, എന്റെ മക്കളും ദുഃഖത്തിലാണ്. എന്നാ മുസ്ലിമായ മനുഷ്യന്റെ വീട്ടില് എന്നും ഭക്ഷണത്തിന്റെ പൊതിയുമായി ഈ മനുഷ്യൻ കടന്നു പോകുന്നത് എന്റെ വീട്ടിലുള്ള പൊന്നുമക്കള്, വിഷന്ന് വലഞ്ഞ മക്കള് കാണാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്ക്. ഉടൻ തന്നെ ഒരു സ്വഹാബിയെ വിളിക്കുന്നു, അല്ലയോ കൂട്ടുകാരാ, ഇന്ന മനുഷ്യനെ എന്റെ വീട്ടിലേക്ക് വരാൻ പറയൂ. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുകയാ, ഈ മനുഷ്യൻ ഒരു പരാതിയുമായിട്ട് വന്നതാണ്. ഈ മനുഷ്യനൊരു പരാതിയുമായിട്ട് വന്നതാ. ഇദ്ദേഹത്തിന്റെ മക്കളും പട്ടിണിയാണ്. അല്ലാഹ് വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള മുസ്ലിമിന്റെ മക്കളും പട്ടിണിയാ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മക്കൾക്ക് നീയൊന്നും കൊടുക്കാത്തത്? അത് ഉമറേ, അത് ഉമറേ, മുസ്ലിം എന്ന് പറയുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അത് അനീതിയാണ്, അത് അനീതിയാണ്, അനീതിയാ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുത്തതുപോലെ ഇദ്ദേഹത്തിന്റെ മക്കൾക്കും നീ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നിന്റെ വീടിന്റെ ചാരത്തുള്ളത് അക്രിം ജാറക വലൗകാന കാഫിറാ. അല്ലാഹുവേ, ഒരു ഹൈന്ദവനായ സഹോദരനാ, ഒരു ക്രൈസ്തവനായ സഹോദരനാ, മറ്റു മതവിശ്വാസികളാ എന്ന് പറഞ്ഞിട്ടവരെ പുറങ്കാല കൊണ്ട് ചവിട്ടിത്തള്ളല്ലേ എന്ന് റസൂലുള്ളാന്റെ വാക്കുള്ളപ്പോ എന്തിനാണ് യഹൂദിയായ മനുഷ്യനെ മാറ്റിയത്? കടന്നു പോയിട്ട് ആ പാവപ്പെട്ടവന്റെ മക്കളെ കൂടെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞു വിടുമ്പോ ഏഴാമത്തെ ദിവസമാകുമ്പോ കടന്നു വരുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നിങ്ങളുടെ നീതിയുണ്ടല്ലോ, അത് വല്ലാത്ത സന്തോഷമാ. നിങ്ങളുടെ ഭരണമാണ് ഈ ലോകാവസാനം വരെ കാണാനുള്ളത്. അത് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ മനുഷ്യൻ വന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, മക്കൾക്ക് സ്ഥാനമില്ല, ഭാര്യക്ക് സ്ഥാനമില്ല, കൂട്ടുകുടുംബാദികൾക്ക് സ്ഥാനമില്ല, അയൽവാസികൾക്ക് സ്ഥാനമില്ല. എല്ലാവരെയും നീതിയോടെ ഒറ്റ കണ്ണുകൊണ്ട് കണ്ടിരുന്ന ഒരു ഭരണാധികാരി ആരെന്നറിയോ?
സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഉറക്കെ പറയ്, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എത്രയോ ചരിത്രങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി പറയാനുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് പറഞ്ഞാൽ തന്നെ തീരില്ല, അത്രത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇല്ലേ? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അല്ലെ, നമ്മൾ മൊത്തത്തിൽ നമ്മൾ പഠിക്കണ്ടേ? എന്തിനേറെ ഓരോ സ്ഥലങ്ങളിലും ഭരണകർത്താക്കളുടെ ചില കിതാബുകൾ, ചില പുസ്തകങ്ങളിൽ ഉമറിന്റെ ചില പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാറില്ല, അത് വേറെ കാര്യം. ഉമർ തങ്ങളുടെ നീതിയെ പറ്റി പോലും പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിലും അത് മറച്ചു പിടിച്ചിട്ടല്ലേ പലരും വായിക്കുള്ളൂ അല്ലേ? ഉമറിന്റെ ഭരണം അങ്ങനെയായിരുന്നു. അല്ലാഹുവേ, നമുക്ക് ഉമറുൽ ഖത്താബ് തങ്ങളെ സ്വർഗീയ ലോകത്ത് കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഇരിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, ഒരാളെയും നീ പാഴാക്കല്ല പടച്ചവനെ. നല്ലതുപോലെ വൽജാറു അഹ്മദു വറഹ്മാനു നാശിഹ, ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവരെയൊക്കെ ഒരുമിച്ച് ഹൗദുൽ കൗതറിന്റെ ചാരത്ത് കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഇരിക്കുന്ന ഒരാൾക്കും ഈ സദസ്സിരിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു സങ്കടവും ഒരു രോഗവും നീ വെക്കല്ലേ അല്ലാഹ്. അപ്പൊ വാപ്പാ, ഉമർ തങ്ങളുടെ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം, ആ ഒരു ഭരണം നമ്മുടെ മുമ്പിലുണ്ടോ നമ്മളെല്ലാവരും വിജയിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പാ പരാജയമാണ്. ഏത് മേഖലയിലാണെങ്കിലും കുടുംബത്തെ നോക്കാനുള്ള വിഷയമാണോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമാണോ, മക്കൾ തമ്മിലുള്ള വിഷയമാണോ, എല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പാടാണ്. എന്തിന്? ഒരാൾ തന്റെ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്ന് എന്തിനെന്നറിയോ? ഭാര്യയുടെ പരാതി പറഞ്ഞു. എന്തിനാണ്? തൻ്റെ ഭാര്യ വീട്ടിൽ അടിയുണ്ടാക്കണ്, വഴക്കുണ്ടാക്കുന്ന, ആകെ സങ്കടമാണ്, ബുദ്ധിമുട്ടാണ്, കണ്ണീരാണ്, കഷ്ടതയാണ്, കഷ്ടപ്പാടാണ് എന്നൊക്കെ പറയാൻ വേണ്ടി, പരാതി പറയാൻ വേണ്ടി വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് ചട്ടിയും കലവും പാത്രം പുതപ്പും ബെഡ്ഷീറ്റൊക്കെ വെളിയിലേക്ക് വരാൻ ഇദ്ദേഹം തിരിച്ച് നടക്കാൻ ഒരുങ്ങി. ഉമർ തങ്ങൾ പറഞ്ഞു, ഹലോ, എവിടത്തേക്കാ പോവാ? ഏയ് തങ്ങളെ ഞാൻ ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നേ. അത് പറ്റൂല, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അടുത്തേക്ക് വിളിച്ചു. എന്താ പ്രശ്നം? അല്ല നിങ്ങളെ, ഞാൻ എൻ്റെ വൈഫിൻ്റെ കുറ്റം, അതായത് കുറ്റമായിട്ടല്ല, അവളെ അനുസരിക്കുന്നില്ല, വഴക്കുണ്ടാക്കണം, അത് പറയാൻ വേണ്ടി വന്നതാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞാൽ അതിനൊരു സന്തോഷം കിട്ടുമല്ലോ എന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ഉമർ തങ്ങളുടെ ഭാര്യ അതിനേക്കാളും അപ്പുറം ചട്ടിയും കലൊക്കെ എടുത്ത് വെളിയിലേക്ക് കയറി. പിന്നെ എന്ത് പരാതി? തങ്ങൾ എനിക്കൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞു. എനിക്കൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഏറ്റവും നല്ല കുടുംബനാഥനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, നീ നിന്റെ ഭാര്യയെ ശ്രദ്ധിക്കണേ. വ ഇന്നഹാ തബ്ബാഹാ വ ഇന്നഹാ മുനല്ലഫത്തുൽ ലിബൈതിഹി വ ഉമ്മു ഔലാദിഹി. അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്, അവൾ നിന്റെ വീടടിച്ചു വാരി വൃത്തിയാക്കുന്നവളാണ്, ആ ഉള്ള രണ്ട് കൈകൊണ്ട് 100 ജോലി ചെയ്യുന്നവളാണ്. നീ ഇല്ലെങ്കിലും നിന്റെ മക്കളെ കുളിപ്പിച്ചൊരുക്കുന്ന പെണ്ണാ, നിനക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന പെണ്ണാ. അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് നിനക്കുണ്ടാകണമെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏത് വിഷയമെടുത്താലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു പാഠം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വിജയാണ് വാപ്പ, എവിടെ നമുക്ക് പരാജയപ്പെടാനില്ല. അപ്പോൾ ലോകത്ത് നിന്ന് കടന്നു വന്ന ഏറ്റവും നല്ല, ആരും പറയുന്ന, പേരെടുത്ത് പറയുന്ന ഒരു ഭരണാധികാരി അതുപോലെ ആകണം നമ്മുടെ രാജ്യങ്ങൾ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. മനസ്സറിഞ്ഞ് പറഞ്ഞു, അതിനെ ഞാൻ ഇത് പറഞ്ഞു, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ടാണ് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്ന എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ, വേദനകൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ അല്ലാഹു എന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ കുറ്റപ്പെടുത്തല്ലേ സഹാബാ. ചില ആളുകൾ പറയും, നമ്മളെ നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് എന്താ റബ്ബെന്താ നമ്മളെ നോക്കാത്ത? പറയരുത്.
പറയരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിച്ചോ, അല്ലാഹുവിനെ സൂക്ഷിച്ചോ, അല്ലാഹുവിലുള്ള വിശ്വാസത്തെ കൈവിടാതിരുന്നോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പള്ളിയിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പെണ്ണ് മുഖമക്കനെയൊക്കെ ധരിച്ച് നല്ല അടിപൊളി ഫർദയൊക്കെ ഇട്ട് പിന്നീന്ന് വിളിക്കാൻ, യാ ഉമർ, അവിടെ നിൽക്കാൻ പറഞ്ഞു. ഉമർ തങ്ങളുടെ കൂടെ ഉള്ള സ്വഹാബത്ത് പറഞ്ഞു, എന്തിനാ ഉമർ തങ്ങളെ നിങ്ങൾ ആ പെണ്ണിന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, പൊക്കോളി എന്ന് പറഞ്ഞു. ഏയ് അത് പറ്റൂല, ഞാൻ ഈ നാട് ഭരിക്കുന്ന ആളാ, എൻ്റെ ഒരു പ്രജ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരാവശ്യം പറയാനാണ് എന്നെ വിളിച്ചതെങ്കിലോ ബുദ്ധിമുട്ടാണെങ്കിലോ അതുകൊണ്ട് ഞാൻ നിൽക്കാൻ. ഈ പെണ്ണ് മുമ്പിൽ വന്നു. ഉടൻ തന്നെ ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നഅം, അതെ, ഞാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരുമെന്ന് പറയുമ്പോ അവിടെ നിന്ന് കടന്നു വന്ന ഈ പെണ്ണിനോട് മറ്റുള്ള സ്വഹാബത്ത് പറയുന്നു, പോവണ്ണേ, ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മുമ്പിൽ കടന്നു വന്നിട്ട് വർത്തമാനം പറയാ, നിങ്ങൾക്കെങ്ങനാ പെണ്ണെ നിങ്ങൾക്ക് ധൈര്യം വന്നത് എന്ന് പറയുമ്പോഴീ പെണ്ണ് വീണ്ടും പറയാൻ തുടങ്ങി, നിങ്ങളുടെ വർത്തമാനം നിർത്ത്, ഞാൻ പറയുന്ന ഉമറിനോടാണ്. ഈ ഉമറിന്റെ ചെറുപ്പകാലം മുതൽ എനിക്കറിയാവുന്ന ഒരു പെണ്ണാണ്. ഉമറിന്റെ ചെറുപ്പകാലം മുതൽ ഉമറിനെ അറിയാവുന്ന ഒരു പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഉമറിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തണ്ട. ഉടൻ തന്നെ സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണവിടന്ന് പറയാണ്, ഞാൻ ആരെന്നറിയോ ഉമറേ, എന്റെ പേര് ഖൗല എന്നാ. അല്ലാഹുവേ, പടച്ചവന്റെ ഖുർആനിൽ പോലും പേരെടുത്ത് പറഞ്ഞ പെണ്ണാണ് ഖൗല റളിയല്ലാഹു തആല അൻഹാ. ആ ബഹുമാനപ്പെട്ട ഖൗല റളിയല്ലാഹു തആല അൻഹാ കടന്നു വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാ, ഉമറേ, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞിട്ടില്ല, പോയി നിന്റെ പണി നോക്കാൻ പറഞ്ഞിട്ടില്ല, എന്നെ കൊണ്ട് കഴിയില്ല, നീ ആരാ പെണ്ണെ ചോദിക്കാനെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, എന്റെ റബ്ബിനെ സൂക്ഷിക്കാൻ ഞാൻ റെഡിയാ. സ്വഹാബത്തിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഇത് ഏത് പെണ്ണെന്നറിയോ? ഇതാണ് ഖദ് സമി അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആനിൽ പേര് പറഞ്ഞ പെണ്ണ് ഇത് ഖൗലയാണ്. ഖൗലയുടെ വാക്കുകൊണ്ട് പടച്ചവന്റെ ഖുർആൻ പോലും കടന്നു വന്നതാണ്. അതുകൊണ്ട് ഖൗല ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ സാധുവായ ഉമർ കേൾക്കാൻ അത് തയ്യാറാൻ. ഖൗല റളിയല്ലാഹു അൻഹ അതൊരു പെണ്ണാണെങ്കിലും ഞാനത് കേൾക്കാൻ തയ്യാറാ. ആരാ ഈ പറയുന്ന? സുബ്ഹാനല്ലാഹ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പറയാം, അതൊരു പെണ്ണാണെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കാനല്ലേ പറഞ്ഞേ. ഇപ്പോ ഷമീർ ദാരിമി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരാൾ പറയാ, ഉസ്താദെ ആ പറഞ്ഞ് ശരിയായില്ല. അപ്പൊ ഞാൻ എന്താ പറയാ, നമ്മുടെ മനസ്സരിച്ച് എന്താ പറയാ, എനിക്കറിയാം ഞാൻ ഇത് ഇന്നൊന്നില്ലെങ്കിൽ ആരംഭിച്ച പരിപാടിയല്ല, വാളു പറച്ചില് കുറച്ച് മുമ്പ് ആരംഭിച്ചതാ എന്നല്ല നമ്മൾ പറയുള്ളൂ. ഉമർ തങ്ങൾ പറയാൻ, ഞാൻ ഏറ്റു, ഞാൻ റബ്ബിനെ സൂക്ഷിക്കാം. സുബ്ഹാനല്ലാഹ്, ആരാ പാതിരാത്രി വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യാ? ബക്കറിം വഅൻഉമരി വഅൻ അലിയും വഅൻ ഉസ്മാനദിൽ കറമി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ പറയുമ്പോൾ, അപ്പൊ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടാണ്, സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും ഉമർ തങ്ങൾ കടന്നു പോയിരിക്കും, വിളക്കങ്ങ് കത്തിച്ചു വെക്കും. ആ വിളക്കിന്റെ തുമ്പില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചൂണ്ടുവിരലൊന്ന് കൊണ്ടുവെക്കുമ്പോ ആ വിരൽ തുമ്പിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വിരൽ തുമ്പിൽ തീയൊന്ന് പടർന്നു പിടിക്കുമ്പോ പിന്നിലേക്ക് വലിച്ചിട്ട് ഉമർ തങ്ങൾ കരഞ്ഞിട്ട് ചോദിക്കാണ്, ഓ ഉമറിന്റെ ശരീരമേ,
അള്ളാഹുവിന്റെ നരകത്തിന്റെ ഏറ്റവും വീര്യം കുറഞ്ഞ ഈ തീയിന്റെ ചൂട് പോലും നിങ്ങൾക്ക് താങ്ങാ കഴിയില്ലെങ്കിൽ നാളെ പടച്ചവന്റെ നരകത്തിന്റെ ചൂട് താങ്ങാ എങ്ങനാണ് ഉമറേ നിനക്ക് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ പാതിരാത്രി ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ഒരേ ഒരു ഭരണാധികാരി ആരാണ്? അത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഒറ്റയ്ക്കിരുന്നുകൊണ്ട് കരയുന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമറേ ഉമറും ഫിൽ ജന്ന, ഉമറിന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ ഉമർ തങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് അല്ലാ വീര്യം കുറഞ്ഞ തീയിന്റെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നീ എങ്ങനെ നരകത്തിന്റെ ചൂട് അനുഭവിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞു പോയൊരു ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയായ കിടക്കുന്ന കട്ടിലേക്കൊന്ന് കടന്നിരിക്കുകയാ. എന്നിട്ട് ഓതുന്ന ഒരായത്തുണ്ട്, ഏതെന്നറിയോ? ഇന്ന് മുതൽ ഷമീർ ദാരിമി കിടന്നുറങ്ങുമ്പോ ഓതേണ്ടുന്ന ആയത്താ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ഓതേണ്ടുന്ന ആയത്താ. അല്ലാഹുവേ ആ ഒരായത്ത് ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ പാപങ്ങളില്ലാതെ മരിക്കുമെന്ന. ഏതെന്നറിയോ? റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആനിന്റെ ഒരായത്താ. ഇത് കിടന്നുറങ്ങുന്ന സമയത്ത് ദാരിമി ഓതണം, നിങ്ങൾ ഓതണം. ഇതൊരു തൗബയാ സഹോദരാ. റബ്ബനാ ളലംനാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ശരീരങ്ങളോട് ഞങ്ങൾ അതിക്രമം ചെയ്തു റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കാരുണ്യവും കരുണയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ നിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് ഞങ്ങൾ വീണു പോകുമല്ലോ റബ്ബേ. ബാപ്പമാരെ, സഹോദരിമാരെ, ഇന്ന് മുതൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരായെത്തുന്ന പതിവാക്ക്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് നമുക്ക് ചൊല്ലിയിട്ട് മരിക്കാൻ പറ്റുമെന്ന. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവരായത്ത് ഓതിയിട്ടിരുന്ന് കരയുമ്പോ മകൻ അവിടെ നിന്ന് കടന്നു വന്നിട്ട് ബാപ്പയാകുന്ന ഉമർ തങ്ങളോട് ചോദിക്കുകയാ, യാ അബീ, എന്റെ ബാപ്പാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ കരയുന്നത് ബാപ്പാ? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, സുബ്ഹാനല്ലാഹ്, ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദീനാറെങ്കിലും ഈ ഉമർ അറിയാതെ, അല്ലെങ്കിൽ ഉമറിന്റെ ആലോസരമായിട്ടുള്ള വഴികളിലൂടെ അത് നഷ്ടപ്പെട്ടു പോയാ നാളെ പടച്ചവന്റെ മുമ്പില് ഈ ഉമർ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമല്ലോ. ഇന്ന് വരെ ഉമർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ഉമർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. പടച്ചവനെ, പള്ളിയിലേക്കൊന്ന് കടന്നുപോയി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടു. സ്വഹാബത്ത് അമ്പരന്ന് ചോദിച്ചല്ലോ, ഉമറേ, ഇവിടുന്ന് പല ആളുകളും കീറി പറഞ്ഞതിട്ടുകൊണ്ട് കടന്നു വരുമ്പോ നിങ്ങൾ മാത്രം നല്ല വസ്ത്രം ധരിച്ചിരിക്കുകയാ, നിങ്ങൾ ഈ നാടിന്റെ ഖലീഫയല്ലേ ഉമറേ, നിങ്ങൾ നീതിമാനാണെന്ന് പറഞ്ഞല്ലേ ഉമറേ? ഉടൻ തന്നെ ഉമർ തങ്ങൾ പറഞ്ഞത്, അതെന്റെ മകനിക്ക് കൂടെ കൊടുത്തതാണ്, എന്റെ മകൻ എനിക്ക് തന്നതാണ്, അതല്ലാതെ ഞാൻ പൊതുമുതലിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല, അല്ലാ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടു പോയ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടുന്ന ആരെയാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹയാണ്. അത് ഏത് മേഖലകളിലൂടെ കടന്നു പോയാലും, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോഴായാലും, അല്ലാഹുവേ കുടുംബത്തിന്റെ കാര്യം നോക്കുമ്പോഴായാലും, പൊതുജനത്തിന്റെ കാര്യം നോക്കുമ്പോഴായാലും, പള്ളിയിലെ കാര്യം നോക്കുമ്പോഴായാലും, ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോയാലും എവിടെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചർച്ചയാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്,
ആ ഉമറിന്റെ പാഠം നമ്മുടെ ജീവിതത്തിലൊന്ന് കൊണ്ടുവന്നാൽ അവരൊരിക്കലും പരാജയപ്പെടില്ല, അവരൊരിക്കലും സങ്കടപ്പെടില്ല. അതുകൊണ്ട് ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ അതിമനോഹരമായ പ്രഭാഷണം ഇവിടെ നടക്കും. അല്ലാഹുവേ, ഇത്രയും നല്ലതുപോലെ വന്ന ഒരാളും എഴുന്നേറ്റ് പോകാതെ ഈ പവിത്രമായ സദസ്സിലിരുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാർ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ ആനുകൂല്യങ്ങൾ നീ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദര, ഒരു വേള ഒറ്റ ചരിത്രം മാത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണെന്ന് അറിയുന്നില്ല, വയസ്സായ ഒരു വല്യമ്മ കടന്നു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ മുഖം മറച്ചു നിൽക്കുകയാ. പറഞ്ഞു, മോനെ, ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയെ തിരക്കി വന്നതാ, ഈ നാട് ഭരിക്കുന്ന ഒരു ഉമറിനെ കാണാൻ വന്നതാ. അപ്പൊ ചോദിച്ചു, എന്തേ ഉമ്മ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ എന്നെ നോക്കാൻ മക്കളില്ല, ഒരാളുമില്ല, സഹോദരങ്ങളില്ല. എന്റെ ഭർത്താവാണെങ്കിലോ രോഗമായിട്ട് കാലുകൾ തളർന്നിട്ട് കിടക്കുകയാണ്. സങ്കടത്തിലാണ്, സങ്കടത്തിലാണ്, സങ്കടത്തിലാണ്. എന്റെ ഭർത്താവിനെ ഒറ്റക്കൊന്നെടുക്കാ, ഒറ്റക്കൊന്ന് കുളിപ്പിക്കാ എനിക്ക് കഴിയൂല, എനിക്ക് കഴിയൂല. ഒറ്റക്കൊന്ന് കുളിപ്പിക്കാൻ എനിക്ക് കഴിയൂല. ആ ഭരണാധികാരി ഒന്ന് തിരക്കണം, കണ്ടുപിടിക്കാൻ വന്നതാ. അതവിടെ നിക്കട്ടെ ഉമ്മ, എവിടാ നിങ്ങളുടെ വീട്? എവിടാ നിങ്ങളുടെ വീട്? ഉടൻ തന്നെ ഉമ്മ പറഞ്ഞു, മോനെ, ഇവിടെന്ന് പോയിട്ട് ഇന്ന വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ്. അല്ലാഹുവേ, പാതിരാത്രിയാകുമ്പോ അവിടെന്ന് മുഖമെല്ലാം വലിച്ചു കെട്ടി കണ്ണു മാത്രം കാണിച്ചിട്ട് കടന്നു പോകുമ്പോ ഉമ്മാക്ക് മനസ്സിലായി നേരത്തെ കണ്ട മോനാണെന്ന്. അവിടെന്ന് കടന്നിരിക്കാൻ പറഞ്ഞു. പടച്ച റബ്ബേ, കൊണ്ടുവന്ന റൊട്ടിക്കഷണങ്ങൾ രോഗമായി കിടക്കുന്ന ആളെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചു. ചാരി ഇരുത്തുകയാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ വായിലേക്കൊന്ന് വെച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കുമ്പോ അവിടെ നിന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒന്ന് വെളിയിലേക്ക് നിൽക്കുവോ? ഉമ്മാനെ മാറ്റി നിർത്തിയിട്ട് ആ കിടക്കുന്ന മനുഷ്യന്റെ മലമെടുത്ത് മൂത്രമെടുത്ത് വൃത്തിയാക്കുകയാ. ആ മനുഷ്യന്റെ മലവും മൂത്രവും എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നതിൽ നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ലതുപോലെ കുളിപ്പിച്ച് കിടത്തുകയാണ്. പോയി കഴിഞ്ഞാ പിറ്റേ ദിവസവും കടന്നു വരികയാ. ഭക്ഷണം കൊണ്ടുവരുന്നു. 2 ദിവസമായി, 6 ദിവസമായി, 7 ദിവസമായി, 17ാമത്തെ ദിവസം ഈ ഉമ്മ ഇത് കണ്ടിട്ട് കരയാ തുടങ്ങി. മോനെ, നീ എന്റെ മകനല്ലെങ്കിലും എന്റെ മകനെ പോലെ ആയിരിക്കുകയാ. ഒരു ബാപ്പാക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന സേവനങ്ങള് എന്റെ പൊന്നുമോനല്ലേ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ നാട് ഭരിക്കുന്ന ഒരു ഉമറുണ്ട്, ഖലീഫ ഉമർ എന്നറിയപ്പെടുന്ന ഒരു ഉമറുണ്ട്. അവനെ പോലെ നീ ആകല്ല മോനെ, യഥാർത്ഥത്തിൽ നീ ആയിരുന്നു അല്ലാഹുവേ ഈ നാടിന്റെ ഭരണാധികാരി ആകേണ്ടുന്നത്. പക്ഷേ ഉമർ തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അവസാനം ഉമ്മ അവിടെന്ന് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ശാപത്തിന്റെ ഒരു വാക്ക് പറയുമ്പോ ഉമർ തങ്ങൾ ആ ഉമ്മയുടെ വായിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ഉമ്മ, അരുത്, ഒരാളെയും ശപിക്കരുത്, ഒരാളെയും വെറുപ്പിക്കരുത്, ഒരാളെയും കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മുഖത്തുള്ള തുണി അങ്ങോട്ട് മാറ്റിയിട്ട് പറയുന്നു, ഉമ്മ, നിങ്ങൾ പറയുന്ന ഉമറുണ്ടല്ലോ, അത് ഞാനാ ഉമ്മ. ആ ഖലീഫ ഉമർ ഞാനാ. ഒരാളുടെയും പ്രീതിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരാളുടെ പൊരുത്തത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നത് കൊണ്ടാ ഞാൻ ഖലീഫ ഉമറാണെന്ന് ഞാൻ പറയാത്തതും. ഈ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. പടച്ചവനെ, സ്വന്തം ബാപ്പയെ പോലെ, സ്വന്തം ഉമ്മയെ പോലെ ഞങ്ങളെ നോക്കാൻ കടന്നു വന്ന ഈ ഉമറിന് സ്വർഗം കൊടുക്കണേ അല്ലാ. ശാപവാക്ക് പറയാൻ പോയ ഉമറിന് വേണ്ടി പിന്നെ ദുആ ചെയ്തത് സ്വർഗം കൊടുക്കണേ അല്ലാ.
സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോയെങ്കിൽ എന്റെ ബാപ്പാ, ഈ ലോകത്തൊരുപാട് അക്രമങ്ങൾ കടന്നു വരും. അല്ലാഹുവേ, മുസ്ലിമുകളെ അല്ലാഹ് കുറ്റപ്പെടുത്തുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന പല വാക്കുകളും ദുനിയാവിന്റെ പുറത്ത് കടന്നു വരും. പക്ഷേ അവര് വിജയിക്കുമെന്ന് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തിന്റെ വഴികളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പവിത്രമായ കലിമത്ത് തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു. അല്ലാഹുവേ, നല്ലതുപോലെ ജീവിക്കാ, പിറന്ന മണ്ണിൽ അല്ലാഹുവേ മരിക്കാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരുപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ചാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരൊറ്റ ചിന്ത, റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ അടിയുറച്ച് വിശ്വാസം, നമ്മൾ വിജയിക്കും ഉറപ്പാ. സൂറത്ത് യാസീൻ. പിന്നെ ഞാൻ അവസാനം പറഞ്ഞ റബ്ബനാ ളലംനാ അൻഫുസനാ, എന്തെങ്കിലും വേണ്ട ജീവിതത്തിൽ, റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ, അതൊരു തൗബയാണ്. അത് ഓതിയിട്ട് കിടന്നുറങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. 1000 കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ 1000 കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ 1000 കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ. 1000 കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ 1000 കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ 1000 കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ. കണ്ണുള്ളോർ കണ്ടു, കണ്ടോരെ കണ്ടു, കണ്ടപ്പോൾ വിണ്ടു കൽബുള്ളം പൂണ്ടു. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. നബിയേ തണിയേ മദിയേ നിറവേ എന്നിൽ വരുമോ പൂനബിയേ. 1000 കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ 1000 കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ 1000 കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യംദർജു ഫീഹി ഹംദുൽ അവ്വലീന വൽ ആഖിരീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അർഹമറാഹിമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടല്ല നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ ഇഷ്ടപ്പെടണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ കഷ്ടതകളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ വന്നപ്പോ അല്ലാഹുവേ, റിഫാഅത്തുൽ ഇസ്ലാം സംഘടനയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യം കണ്ട ചെറുപ്പക്കാരെയാണെങ്കിലും റഹ്മാനായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, കാരണവന്മാര് വരെ ഈ പവിത്രമായ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാനുണ്ട് റബ്ബേ, നീ കബൂലാക്കണേ റഹ്മാനെ. ഓരോ കൊല്ലവും വളർച്ച കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നവരാണ് അല്ലാഹുവേ, അതറിഞ്ഞിട്ട് പ്രതിഫലം നിറച്ചു കൊടുക്കണേ റഹ്മാനെ.
അവർക്ക് കൊടുക്കാൻ സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, ഒരാൾക്കും ക്യാൻസർ എന്ന് പറയുന്ന രോഗങ്ങൾ വെക്കല്ല റബ്ബേ. അല്ലാഹുവേ, എൻ്റെ നാട്ടിൽ കുളത്തൂപ്പുഴ, അല്ലാഹുവേ നെല്ലിമോട്ടിൽ പടച്ച റബ്ബേ, പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ 2 വൃക്കയിലും തകരാറിലായി. ഞങ്ങളുടെ വയസ്സുള്ളൊരു പാവപ്പെട്ട സഹോദരനാണ്. അല്ലാഹുവേ, അവന്റെ ഉമ്മ വിളിച്ചു കരഞ്ഞിരുന്നു റബ്ബേ. ആ പൊന്നുമോന്റെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ശമനം കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന്റെ കണ്ണീര് മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ വാള് പറയുമ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങൾ ലൈവ് ചെയ്യുമ്പോഴും അല്ലാഹുവേ, ഞാൻ അറിയില്ലെങ്കിലും ഒരുപാട് സഹോദരന്മാര്, സഹോദരിമാർ, ഉപ്പമാർ എനിക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ലൈവിലൂടെ എഴുതി വിടുന്നവരുണ്ട്. അല്ലാഹുവേ, ആരെന്ന് എനിക്കറിയില്ല, ആരായാലും നിനക്കറിയാല റബ്ബേ. പടച്ചോനെ, അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. കണ്ണീര് മാറ്റണേ അല്ലാ, സങ്കടങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ, ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ, ഉമ്മമാര്, ബാപ്പമാര്, ചെറുപ്പക്കാർ, പടച്ചോനെ, ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസറിന്റെ ഒരു അണുവെങ്കിലും ഉണ്ടെങ്കിൽ ഈ പവിത്രമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. ശിഫാ കൊടുക്കണേ റഹ്മാനെ. ശിഫാ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ രോഗികളാക്കി കിടത്തിക്കളയല്ല റബ്ബേ. പടച്ചോനെ, കട്ടിലിൽ കൊല്ലങ്ങളോളം ഭക്ഷണം ഇറങ്ങാതെ മൂക്കിലൂടെ വായിലൂടെ ട്യൂബിട്ടുകൊണ്ട് ഭക്ഷണം തരുന്നൊരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കള് പോലും ബാപ്പ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ, ഉമ്മ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന സങ്കടങ്ങൾ ഞങ്ങൾക്ക് തരല്ല പടച്ചോനെ. ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നവരിൽ പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് രോഗമായി അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്കൊരു ഭാരമാക്കി കളയല്ല റബ്ബേ. ഞങ്ങളുടെ മക്കൾക്കൊരു ഭാരമാക്കി കളയല്ല റബ്ബേ. പടച്ചോനെ, എത്രയോ പിഞ്ചു മക്കളെ കണ്ടിട്ടുണ്ട് രോഗമായി വേദന സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നത് RCCയുടെ ഉള്ളിൽ. പടച്ചോനെ, ഞങ്ങൾക്ക് കുഞ്ഞുമക്കളുണ്ട് റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കൾക്കൊന്നും ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, അപസ്മാരം പോലത്തെ രോഗങ്ങൾ തരല്ല റബ്ബേ. പടച്ചോനെ, ആരൊക്കെ ഈ നിൽക്കുന്നവരുടെ ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളും മനസ്സിൽ കരുതി ഇവിടെ നിൽക്കുന്നു അല്ലാഹുവേ, അവരുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, വഴിയോരത്ത് നാൽക്കാലികൾ ചത്തു കിടക്കുന്നത് പോലെ പല്ലിളിച്ച് കണ്ണു തള്ളി നാക്ക് പുറത്തു വന്ന് ചത്തുപോകുന്നൊരു ഗതികേട് തരല്ല റബ്ബേ. പടച്ചവനെ, ജീവിച്ചിരിക്കുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. വിട പറയുന്ന സമയത്ത് മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് നെറ്റിത്തടം ഉയർത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാ റബ്ബേ. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ ഖബറിന്റെ അവസ്ഥ അറിയൂല റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ സ്വർഗാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈവ് പിടിക്കുന്ന സഹോദരന്റെ ഉപ്പ ഇവിടെ പറഞ്ഞ് ഖബറിലാണ്, ഖബർ സ്വർഗമാക്കണേ റബ്ബേ. കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, അനസിനൊക്കെ പോലെ ഒരുപാട്, നിസാർ സാഹിബിനൊക്കെ പോലെ ഒരുപാട് കൂട്ടുകാർ ഇതിനു വേണ്ടി ഉണ്ട് റബ്ബേ. ആരുടെയും പേരെനിക്കറിയില്ല, നിനക്കറിയാല്ല റബ്ബേ. അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ വസ്തു വിറ്റു, വീട് വിറ്റു, കേറിക്കിടക്കാടം വിറ്റ്, വാഹനം വിറ്റ്, ഒന്നുമില്ലാതെ അവസാനം എല്ലാം വിറ്റ് രോഗത്തിന് ചികിത്സിച്ചിട്ട് അവസാനം ഒന്നിനും കഴിയാതെ മരിച്ചു പോകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല പടച്ചോനെ. അങ്ങനത്തെ രോഗങ്ങൾ വെക്കല്ല റബ്ബേ. പടച്ചോനെ, ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാ റബ്ബേ. അല്ലാഹുവേ, വാഹനത്തിന്റെ ഉള്ളിൽപ്പെട്ട് വാഹനം വെട്ടിപ്പൊളിച്ചു ശരീരങ്ങൾ ചന്ന ഭിന്നമായി പുറത്തെടുക്കുന്നൊരവസ്ഥ തരല്ല റബ്ബേ. അല്ലാഹുവേ, നേരം വെളുത്ത് ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങളെ കാത്ത് സന്തോഷത്തോടെ മുത്തം തന്ന് പറഞ്ഞു വിടുന്നവരാണ് റബ്ബേ. തിരിച്ചു വരുമ്പോഴാ പൊന്നുമക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ വെള്ള പുതപ്പിച്ച മയ്യത്ത് കൊണ്ട് വെക്കല്ല റബ്ബേ. ഞങ്ങളുടെ വെള്ള പുതപ്പിച്ച മയ്യത്ത് കൊണ്ട് വെക്കല്ല റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ പൊന്നുമക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരാൻ വൈകുന്നേരമാകുമ്പോ ഞങ്ങളുടെ മക്കള് വീട്ടിലെത്തിയില്ല എന്നൊരു വാർത്ത ഞങ്ങളെ കേൾപ്പിക്കല്ല റബ്ബേ. ഞങ്ങളത്തെ ഒരവസ്ഥ ഞങ്ങളെ കേൾപ്പിക്കല്ല റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ മക്കളെ നീ കാക്കണേ റബ്ബേ.
നീ അവർക്ക് ബുദ്ധി കൊടുക്കണേ റബ്ബേ. അല്ലാ, ഞങ്ങളുടെ പലരുടെയും ഭാര്യമാര് ഗർഭവതികളായവരുണ്ട് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചോനെ, ഇന്നെന്റെ നാട്ടിൽ നിന്ന് എന്നെ ഇവിടം വരെ വാഹനം ഓടിച്ചു കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അക്ബർ ഷാ, അല്ലാഹുവേ അവൻ്റെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഖൈർ പ്രദാനം ചെയ്യണേ റബ്ബേ. പടച്ചോനെ, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എല്ലാ ദിവസവും വാഹനം ഓടിച്ച് എല്ലാ പ്രഭാഷണത്തിന്റെ സദസ്സിലും എന്നെ കൊണ്ടെത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു സയ്യിദാ റബ്ബേ. അല്ലാഹുവേ, ഇന്ന് ഇവിടത്തേക്ക് വന്നു കാണുമോ എന്നറിയില്ലെങ്കിലും അല്ലാ വന്നുകൊണ്ടിരിക്കുന്ന അറിയിപ്പിച്ചു റബ്ബേ. പടച്ചോനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ചെറുപ്പറമ്പിലുള്ള നസീർ, കണ്ണൂർ ജില്ലയിലുള്ള സഹോദരന്റെ പ്രിയപ്പെട്ടവൾ സുഖമില്ലാത്തൊരവസ്ഥയില. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. സങ്കടങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ചോദിക്കാൻ ഞങ്ങളെപ്പം മരിച്ചാലും കുഴപ്പമില്ല, നല്ല സ്ഥലത്ത് വെച്ച് ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. അല്ലാ, കലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ പാവങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. പടച്ചോനെ, നാളെ ഞങ്ങളുടെ മരണമാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ ചെയ്യുന്ന ദുആ ഞങ്ങളുടെ തൗബയായിട്ട് നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബേ. പടച്ചോനെ, അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ പലരും ദുആ കൊണ്ട് ഇന്ന് മഗ്രിബിന്റെ സമയത്ത് പോലും വിളിച്ചു പറഞ്ഞ സഹോദരങ്ങളുണ്ട്, സ്വീകരിക്കണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ലൈവ് എടുത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ കബൂലാക്കണേ അല്ലാ. ശബ്ദവും വെളിച്ചവും തന്നവരെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാ, ഇന്ന് ഇവിടെ വന്നപ്പോൾ നല്ല രീതിക്ക് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട നിസാം എന്ന് പറയുന്ന സഹോദരന്റെ കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഖൈർ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇന്നിവിടെ കണ്ടപ്പോൾ തന്നെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട നൗഷാദ് സാഹിബിന്റെ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മമാർക്ക് മുഴുവൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉറക്കെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കരുണക്കടലേ നൂറുല്ലാഹ് ആരംഭപ്പൂവേ സല്ലല്ലാഹ് ആരിലും തണിയാ ഖൈറുല്ലാഹ് മുത്തോളി രാജ റസൂലുള്ളാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പുന്നാര ഉമ്മ ആമീന താലോലം പാടി നബിയല്ലാഹ്. അബ്ദുള്ള തന്നോടെ പോമോത്തേ മുത്തോളി രാജ റസൂലുള്ളാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു മിനിറ്റ് ശരീര സുഖത്തിന് വേണ്ടി പിന്നെ ദുആ ചെയ്യാൻ ഒരു 725 രൂപ സംഭാവന ചെയ്തിട്ട് അല്ലാഹു എല്ലാവിധ അസുഖങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. എന്നെ ദുആ ചെയ്യുന്ന ഒരു അമ്മ 500 രൂപ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ ഖൈറുകളും നിറച്ചു കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.